ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദ് ആവിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं
ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 54-ാം അധ്യായം, അവസാന ഭാഗം. രുക്മിണി വിവാഹം. രുക്മിണി സ്വയംവരത്തിലെ ഔപചാരികമായിട്ടുള്ള വിവാഹം ദ്വാരകാപുരിയിൽ വെച്ച് ആ ഭാഗമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതുവരേക്കുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം കണ്ടു. നമുക്ക് വായിക്കാം. ഇവിടുന്ന് വായിക്കാം. മുതൽക്ക് വായിക്കാം. 16-ാം ശ്ലോകം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുഃപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തദാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭുഃ വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത്. അസാദ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ. മൈവാസ്മാൻ സാധ്വി അസൂയേതാ ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖദുഃഖദോ ന ചാന്യോസ്തി യതഃ സ്വകൃതഭുഃ പുമാൻ. ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർവദമർഹതി ത്യാജ്യഃ സ്വേനൈവ ദോഷേന ഹതഃ കിം ഹന്യത്തെ പുനഃ. ക്ഷത്രിയാണാമയം ധർമ്മഃ പ്രജാപതി വിനിർമ്മിതഃ ഭ്രാതാപി ഭ്രാതരം ഹന്യാത് യേന ഘോരതരസ്തതഃ. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോന്യസ്യ വാ ഹേതോഃ ശ്രീമദാന്താക്ഷിപന്തിഃ. തവേയം വിഷമാ ബുദ്ധിഃ സർവഭൂതേഷു ദുർഹൃദാം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രമജ്ഞവത്. ആത്മമോഹോ നൃണാം ഏഷഃ കൽപ്യത്തെ ദേവമായയാ സുഹൃദ്ദുർഹൃദുദാസീനഃ ഇതി ദേഹാത്മമാനിനാം. ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ ഗൃഹ്യത്തെ മൂഢൈഃ യഥാ ജ്യോതിർയഥാ നഭഃ. ദേഹ ആദ്യന്തവാൻ ഏഷഃ ദ്രവ്യപ്രാണഗുണാത്മകഃ ആത്മന്യവിദ്യയാ ക്ലുപ്തഃ സംസാരയതി ദേഹിനം. നാത്മനോന്യേന സംയോഗോ വിയോഗശ്ചാസതഃ സതി തദ്ഹേതുത്വാത് തത്പ്രസിദ്ധേഃ ദൃഗ്രൂപാഭ്യാം യദാരവേഃ. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മനഃ ക്വചിത് കലാനാമിവ നൈവേന്ദോഃ മൃതിർഹ്യസ്യ കുഹൂരിവ. യദാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപി അസത്യർത്ഥേ തദാപ്നോത്യബുധോ ഭവം. തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. ശ്രീശുക ഉവാച. ഏവം ഭഗവതാ തന്വീ രാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദ്വിർഹതബലപ്രഭഃ
സ്മരൻ വിരൂപകരണം വിദധാത്മമനോരഥഃ ചക്രേ ഭോജകടം നാമ നിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യ യവീയസീം കുണ്ടിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശാ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തദാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ നരാ നാര്യശ്ച മുദിതാഃ പ്രമൃഷ്ടമണികുണ്ഡലാഃ പാരിബർഹമുപാജഹ്രുഃ വരയോഃ ചിത്രവാസസോഃ സാ വൃഷ്ണിപുര്യുക്തഭിതേന്ദ്രകേതുഭിഃ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരി ഉപക്ലുപ്തമംഗളൈഃ ആപൂർണകുംഭാഗരുദൂപദീപകൈഃ സിക്തമാർഗമദച്ഛുദ്ഭിഃ ആഹൂതപ്രേഷ്ഠഭൂഭുജാം ഗജൈർദ്വാസു പരാമൃഷ്ടരംഭാപൂഗോപശോഭിതാം കുരുസൃഞ്ജയ കൈകേയ വിദർഭ യദുകുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിതാപതാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തതഃ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാഃ ദ്വാരകായാം അഭൂദ്രാജൻ മഹാമോദഃ പുരൗഗസാം രുക്മിണ്യാ രമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപതിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹോ നാമ ചതുഃപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ രുക്മിണീ സ്വയംവരം അതിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ. ഇന്നലെ നമ്മൾ കണ്ട ഭാഗം ഭഗവാൻ രുക്മിയെ പരാജയപ്പെടുത്തി ബന്ധിച്ച് വധിക്കാൻ പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് രുക്മിണി ദേവി ഭഗവാന്റെ കാൽക്കൽ വീണ് തൻ്റെ സഹോദരൻ്റെ ജീവന് വേണ്ടി യാചിച്ചു. ആ കാഴ്ച കണ്ട് കരുണ തോന്നിയ ഭഗവാൻ രുക്മിയെ വധിക്കാതെ മീശ രോമങ്ങളും ശിരോരോമങ്ങളുമെല്ലാം വപനം ചെയ്ത് വാളുകൊണ്ട് വടിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞ് വിരൂപനാക്കി. ആ സമയത്താണ് ബലരാമസ്വാമി അവിടേക്ക് വന്നത്. ഇങ്ങനെ ഇരിക്കുന്ന വികൃതരൂപിയായ രുക്മിയെ കണ്ട് അദ്ദേഹത്തിന് വല്ലാതെ കാരുണ്യം തോന്നി. രുക്മിയെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് കൃഷ്ണനെ ശാസിച്ചു. എന്താ ഈ കൃഷ്ണ നീ ചെയ്തത്? അസാധുവായ കർമ്മമാണ് ഇത്. നമ്മൾക്ക് നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. ബന്ധുക്കളെയൊക്കെ എങ്ങനെ ചെയ്യാവോ? മീശരോമങ്ങളും തലയുമൊക്കെ ഇങ്ങനെ കറപുറാന്ന് മുറിച്ചു വിടുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള, അത് വധത്തിന് തുല്യമാണ് എന്ന് കൃഷ്ണനെ ശാസിച്ചു. ഒപ്പം രുക്മിണിയെ ആശ്വസിപ്പിക്കുന്നു. സാധ്വി,
നല്ല സദാചാരമുള്ളവളെ, ഭ്രാതാവിൻ്റെ വൈരൂപ്യ ചിന്ത കൊണ്ട് നീ ഞങ്ങളുടെ നേരെ യാതൊരു തരത്തിലുള്ള അകൽച്ചയും കാണിക്കരുത്. അസൂയ ബുദ്ധി അഥവാ അസഹിഷ്ണുത ഉണ്ടാവരുത്. ഓരോരുത്തർക്കും സുഖദുഃഖങ്ങൾ കൊടുക്കുന്നത് മറ്റൊരാളല്ല, അവരവരുടെ കർമ്മം തന്നെയാണെന്ന് അറിയൂ. വീണ്ടും കൃഷ്ണനോട് പറഞ്ഞു, ബന്ധു വധാർഹ ദോഷമുള്ളവനാണെങ്കിൽ പോലും ബന്ധുവിനാൽ വധിക്കപ്പെടാൻ പാടില്ല, ത്യജിക്കുകയേ വേണ്ടൂ. അവൻ സ്വന്തം ദോഷം കൊണ്ട് തന്നെ നശിച്ചിരിക്കുന്നു, പിന്നെ അവനെ എന്തിനാ വീണ്ടും ഹനിക്കുന്നത്? അത് ആവശ്യമില്ലാത്തതാണ്. വീണ്ടും രുക്മിണിയെ നോക്കി പറഞ്ഞു, ക്ഷത്രിയന്മാർക്ക് ഇതാണ് ധർമ്മം. ഇത് ബ്രഹ്മദേവൻ പ്രജാപതി തന്നെ സൃഷ്ടിയിലുണ്ടാക്കിയിട്ടുള്ളതാണ്. സഹോദരന്മാർ തമ്മിൽ തമ്മിൽ ഹനിക്കും. അങ്ങനെയുള്ള ഘോരതരമായിട്ടുള്ളതാണ് ഈ ക്ഷത്രിയ സ്വഭാവം. രാജ്യത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും ധനത്തിനും സ്ത്രീക്കും മാനത്തിനും തേജസ്സിനും വേണ്ടിയും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഐശ്വര്യം മതം കൊണ്ട് അന്ധരായിരിക്കുന്ന രാജാക്കന്മാർ പരസ്പരം ആക്ഷേപിക്കുന്നു, ഹനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് രജോ ഗുണത്തിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് നടക്കുന്നതാണ്. സൃഷ്ടിയിൽ രാജാക്കന്മാരെ ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് രുക്മിണിയെ ആശ്വസിപ്പിച്ചു. പക്ഷേ രുക്മിണിക്ക് നല്ലോണം അങ്ങോട്ട് ആശ്വാസമായില്ല. എന്തുകൊണ്ടെന്നാൽ ഉള്ളിലുള്ളതായിട്ടുള്ള മമതാബന്ധം തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന കുറ്റബോധവും ദുഃഖവും എല്ലാം. അപ്പോൾ ആ മമതാബന്ധം പോക്കാൻ ആത്മബോധം വരണം. മമതാബന്ധത്തിന് കാരണം ശരീരാഭിമാനമാണ്. ശരീരവുമായി ബന്ധപ്പെട്ടവരെയാണ് ബന്ധുക്കൾ, സ്വന്തക്കാർ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള മമതയുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ശരീരം ആത്മാവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് ശരീരത്തിലുള്ള ആത്മബുദ്ധിയെ ഉപേക്ഷിക്കണം. ആത്മാവ് എന്താണെന്നറിഞ്ഞ് ആത്മാവിൽ ബുദ്ധിയെ ഉറപ്പിക്കണം. ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് ഉറപ്പിക്കണം. അപ്പം അതിനു വേണ്ടിയതായിട്ടുള്ള ഉപദേശം വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ തോതിലാണെങ്കിലും ബലരാമസ്വാമി കൊടുക്കുന്നതാണ്. 42 മുതൽ നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള ശ്ലോകങ്ങൾ. മറ്റ് ഭൂതങ്ങളുടെ നേരെ ദുഷ്ടത്തരം കാണിക്കുന്ന ആളുകളെ സ്വന്തക്കാരെന്നുള്ള പേരിലാണ് ഭദ്രമുണ്ടാവണം അവർക്ക് എന്ന് കരുതുന്നത്. അങ്ങനെയുള്ള നിന്റെ ബുദ്ധി വിഷമാബുദ്ധിയാണ്, സമബുദ്ധിയല്ല. സമബുദ്ധിയായിട്ടുള്ളവർ ആരെ ഉപദ്രവിക്കുന്നുവോ, എന്ത് പാപം ചെയ്യുന്നുവോ അവർക്കതിൻ്റെ ഫലം ലഭിക്കണം എന്നുള്ളതാണ് ന്യായമായിട്ടുള്ള ബുദ്ധി, സമബുദ്ധി. ആര് തെറ്റ് ചെയ്തോ തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം. തെറ്റുകാരനെ ന്യായീകരിക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തക്കാരാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കരുതിയിട്ട്. ഇതെല്ലാവരുടെ ഉള്ളിലും തുറക്കേണ്ടതാണ്. അത് സാത്വികന്മാർക്ക് ഉണ്ടാവും, രാജസന്മാർക്കും താമസന്മാർക്കും ഇത് വളരെ പ്രയാസമാണ്. അവർക്ക് എപ്പോഴും മമതയോട് കൂടിയിട്ട് അവരുടെ ആളുകളെ എന്ത് തെറ്റ് ചെയ്താലും, എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനെ നിസ്സാരമാക്കിയും സാമാന്യവൽക്കരിച്ചും ന്യൂട്രലൈസ് ചെയ്യും, ന്യായീകരിക്കും. എന്നാൽ മര്യാദക്കാര്, സാത്വികന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരോ തങ്ങളോ ഏതെങ്കിലും തെറ്റ്, ചെറിയ തെറ്റാണെങ്കിൽ പോലും അതിനെ വളരെ ഗൗരവത്തോടെ കാണും. വേണ്ടിയിരുന്നില്ല, അത് തെറ്റായിപ്പോയി എന്ന് തന്നെ പറയും. അങ്ങനെ പറയുമ്പോൾ മറുവശത്തുള്ളവർ രജോ ഗുണ തമോ ഗുണികൾ കൂടുതൽ കൂടുതൽ ആക്രമിക്കും. കണ്ടില്ലേ, ഇതാ നിങ്ങൾ തന്നെ പറയണു നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. ഇതാണ് ലോക സ്വഭാവം. പക്ഷെ നമ്മൾ അത് കണക്കാക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. ലോകം അങ്ങനെ തന്നെ പറയും. നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മുടെ ഭാഗത്ത് അല്പം തെറ്റുപറ്റി എന്നുള്ളത് തുറന്നു പറഞ്ഞാൽ അവരുടെ ഭാഗത്തുള്ള വലിയ തെറ്റുകളെ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കില്ല. നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റ് പറ്റിയപ്പോഴാണ് ഞങ്ങൾ ചെറിയൊരു തെറ്റ് അങ്ങോട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊന്നും അവർ ചെവി കേൾക്കില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർ സമ്മതിക്കുകയില്ല. എന്തായാലും സ്വയം തെറ്റ് സമ്മതിച്ചല്ലോ, അപ്പം നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരടിച്ചുറപ്പിക്കും. അതാണ് ഇന്ന് എല്ലാ രംഗത്തും നമ്മൾ കാണുന്നത്.
രാഷ്ട്രീയ രംഗത്ത് ധാരാളമായിട്ട് കാണാം നമുക്ക്, അല്ലേ? ഓരോരോ പാർട്ടികൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങളിൽ ഇതൊക്കെ ധാരാളമായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് പല സമൂഹങ്ങൾ തമ്മിലും, പല ദേശക്കാർ തമ്മിലും, രാഷ്ട്രക്കാർ തമ്മിലും, മതക്കാർ തമ്മിലും ഒക്കെ ഇത് തന്നെയാണ്. നമ്മൾ ഒരു ചെറിയ തെറ്റ് മര്യാദ കൊണ്ട് ഉള്ളത് സത്യം പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ച് എന്താ പറയുക, നമ്മൾ തന്നെയാണ് പൂർണ്ണ തെറ്റുകാര് എന്ന് വരുത്തി തീർക്കും. അത് സാരമില്ല, എന്നായാലും തെളിയും, സത്യം തെളിയും കാലം കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വളരെയധികം നുണപ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് എന്താ പറയുക, ഭാരതത്തെ നാണം കെടുത്താനായിട്ട് കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ കലഹമുണ്ടാക്കാൻ വേണ്ടിയും ലോകം ഭാരതത്തെ കുറ്റം പറയാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് കുറേ നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, മറ്റ് ന്യൂസ് മാധ്യമങ്ങളിലൂടെ. ആഗോള വലിയ വലിയ ന്യൂസുകൾ മാധ്യമങ്ങളുണ്ട്, CNN, BBC. ഇവരൊക്കെ വാസ്തവത്തിൽ ഇന്ത്യ വിരുദ്ധരാണ്. എല്ലാ കാലത്തും അവർ ഇന്ത്യ വിരുദ്ധരാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും മറ്റ് സോറോസ് എന്നൊക്കെ പറയുന്ന ഇന്ത്യ വിരുദ്ധന്റെ എന്താ പറയുക ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. ജോർജ് സോറോസ് മുതലായിട്ടുള്ള ഭാരത വിരുദ്ധരായിട്ടുള്ള, ഭാരതത്തിന്റെ ഉയർച്ച കാണാൻ സഹിക്കാത്ത, ഭാരതത്തിന്റെ നാശം കാണാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്ത്. അവരുടെ പക്ഷത്താണ് ഈ മാധ്യമങ്ങൾ. അപ്പൊ അവരൊക്കെ പലതും ഇല്ലാത്ത കഥകളൊക്കെ എഴുതി വിട്ടു. അത് കേട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭാരതത്തിന്റെ തന്നെ എതിരായി നിൽക്കുന്ന ശത്രുക്കളായിരിക്കുന്ന ആളുകളും ആഘോഷിച്ചു. പക്ഷെ ഇപ്പോ അവസാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളൊക്കെ പാർലമെന്റിലും അവരുടെ മറ്റ് മീറ്റിങ്ങുകളിലുമൊക്കെ, സേനാനായകന്മാരുടെ മീറ്റിങ്ങിലും എല്ലാറ്റിലും തുറന്ന് പറയുന്നു. ഇപ്പോൾ മറ്റത് ആഘോഷിച്ചവരൊക്കെ എന്തായി? പക്ഷെ അവരിത് മൂടി വയ്ക്കും. ഇതിനെ ആഘോഷിക്കില്ല, ഇതിനെ പ്രചരിപ്പിക്കില്ല അവർ. കാരണം അവർക്ക് സത്യം പ്രചരിപ്പിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അത് മൂടി വയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നു അറിയാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യാത്ത കുറ്റങ്ങളും ചെയ്തു എന്ന് പറയുകയും അവരാണ് മുഴുവൻ തെറ്റുകാരെന്ന് പറയുന്നതും ലോക സ്വഭാവമാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും സ്വഭാവം. അതങ്ങനെ ഇരിക്കട്ടെ, എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കേണ്ട. നമ്മളെന്നും നമ്മളായിട്ടിരിക്കുക. നമ്മൾക്ക് ശുദ്ധി വേണമെന്നുണ്ടെങ്കിൽ സത്യസന്ധരായിരിക്കുക. അപ്പോഴേ നമുക്ക് മനഃശുദ്ധി ഉണ്ടാവുള്ളൂ. ഒന്നും പറയാതിരുന്നാലും കുഴപ്പമില്ല. ചെയ്തതൊക്കെ പറയണമെന്നില്ല, ഒന്നും പറയാതിരുന്നാലും കുഴപ്പമില്ല. പറഞ്ഞു വന്നത് നമ്മൾ ബന്ധുക്കളെ ന്യായീകരിക്കുന്ന കാര്യമാണ്. നിന്റെ ഈ വിഷമബുദ്ധി, ആത്മമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായ സുഹൃദ് ദുർഹൃത് ഉദാസീന ഇതി ദേഹാത്മമാനിനാം. ദേവമായ കൊണ്ട് അഥവാ വിചാരരാഹിത്യം കൊണ്ടാണ് നൃണാം ഏഷ ആത്മമോഹ കൽപ്യതേ. നരന്മാർക്ക് ഈ അവനവനെ കുറിച്ചിട്ടുള്ള മൗഢ്യം, താൻ ആരെന്നുള്ള അറിവില്ലായ്മ ഉണ്ടാകുന്നത്. ആത്മാവിനെ കുറിച്ചിട്ടുള്ള മോഹം, ദേഹമാണ് ആത്മാവെന്ന് ധരിക്കലാണ് മോഹം. എന്താണ് യഥാർത്ഥ ആത്മാ അഥവാ തന്റെ സ്വരൂപം? ആത്മാ എന്ന് പറയുന്നത് തന്നെ തന്നെയാണ്. താൻ ആരാണ് എന്നറിയായികയാണ് ആത്മമോഹം. അപ്പൊ അതുകൊണ്ടാണ് സുഹൃത്ത്, ദുർഹൃത്ത്, ഉദാസീന എങ്ങനെയുള്ള ഭാവങ്ങൾ. യഥാർത്ഥത്തിൽ സുഹൃത്ത്, ദുർഹൃത്ത്, ഉദാസീന എന്നൊന്നും പെർമനന്റായിട്ടൊന്നും ഒന്നിനെയും പറയാൻ പറ്റില്ല. ഇന്ന് പലരും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, നാളെ അവര് മറ്റു പക്ഷത്തേക്ക് ചേരുന്നത് കാണാം. ഇന്ന് ഉദാസീനരായിരിക്കുന്നത് നാളെ സുഹൃത്തോ ദുർഹൃത്തോ ആവാം. ഇന്ന് ദുർഹൃത്തായിരിക്കുന്നവർ നാളെ സുഹൃത്തായി എന്ന് വരാം. ഇതെല്ലാം
പെട്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംയോഗ വിയോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലോക സ്വഭാവമാണ്. ഒരു കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പുചവറുകൾ കൂടുന്നത് പോലെ ഇത്രയേ ഉള്ളൂ ആളുകൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ. ചെറിയ കാരണങ്ങൾ മതി ശത്രു മിത്രമാവാനും മിത്രം ശത്രുവാവാനും ബന്ധുക്കൾ ഏറ്റവും വലിയ ശത്രുക്കളായി മാറാനും. അല്ലേ? ബന്ധുക്കൾ ശത്രുക്കളായി കഴിഞ്ഞാൽ പിന്നെ ആജന്മ ശത്രുക്കളായിരിക്കും. ചിലപ്പോൾ വലിയ ശത്രുക്കൾ അവരായിരിക്കും. കാരണം നമ്മുടെ എല്ലാ രഹസ്യവും വീക്ക്നെസ്സും എല്ലാം അറിയുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ അഥവാ നമ്മുടെ ബന്ധുക്കൾ. അപ്പോൾ അവര് നമ്മളെ ശരിക്കും ശത്രുത കൊണ്ട് പ്രഹരിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ കൂടുതൽ അറിയാത്തവർക്ക് നമ്മളോടൊരു അകലമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ അധികം പ്രഹരിക്കില്ല. ഒരു ഭയം ഉണ്ടാവും. എല്ലാ വീക്ക്നെസ്സുകളും അറിയില്ല നമ്മളെ. ഇതാണ് ലോക സ്വഭാവം. ദൃഷ്ടാന്തങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് രാഷ്ട്രീയത്തിലും കാണിച്ചു തരാം, അല്ലേ? നമ്മുടെ ജീവിതത്തിലും കാണിച്ചു തരാം, പുരാണ കഥകളിലും കാണിച്ചു തരാം. ഇഷ്ടം പോലെയാണെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് ഈ സൗഹൃദവും ശത്രുതയും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഒരു റിലേഷൻഷിപ്പാണ്, റിലേറ്റീവാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് മറ്റുള്ളവർ നമ്മളോട് ബന്ധം പുലർത്തുന്നത്. നമ്മൾ അവരുടെ പക്ഷത്തേക്ക് നിന്നാൽ, അവരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് കൂട്ടുനിന്നാൽ സുഹൃത്ത്. അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ എതിർക്കുകയോ രണ്ട് വാക്ക് പറയുകയോ ചെയ്താൽ ദുർഹൃത്. ഇത്രയുള്ളൂ ലോക സ്വഭാവം. അതിപ്പോൾ സ്വന്തം ബന്ധുക്കളും സ്വന്തം സഹോദരങ്ങളും കൂട്ടുകാരും ആരുമാവട്ടെ. അതുകൊണ്ട് അതിനെയൊന്നും സത്ത് എന്ന് പറഞ്ഞ് ശാശ്വതമായിട്ട് എണ്ണാൻ പറ്റുന്നതല്ല. ഇത് ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ദേഹസുഖത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൽക്കാലം കണക്കാക്കുന്നത് മാത്രമാണ് അജ്ഞാനം കൊണ്ട്. പാരമാർത്ഥികമായിട്ട് അഥവാ ആത്യന്തികമായിട്ട് ആരും സുഹൃത്തുമല്ല, ദുർഹൃത്തുമല്ല, ഉദാസീനരുമല്ല. പിന്നെന്താണ്? എല്ലാവരും ഒന്നാണ്. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഏകയേവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ ഗൃഹ്യത്തെ മൂഢൈഹി യഥാ ജ്യോതിർയഥാ നഭഃ. സർവേഷാം ദേഹിനാമപി ആത്മാ പരഃ ആത്മാ ഏകയേവ. എല്ലാ ദേഹികൾക്കും ആത്യന്തികമായിട്ടുള്ള പരമാത്മാ ഏകയേവ, ഒന്ന് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വം എന്ന് പറഞ്ഞത് ആ പരമാത്മാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ പരമാത്മാവാണ് നമ്മൾക്കെല്ലാം നിലനിൽപ്പ് നൽകുന്നത്. പിന്നെ എങ്ങനെയാ? നാനേവ ഗൃഹ്യത്തെ മൂഢൈഹി. വിചാരം ചെയ്യാത്തവർക്കാണിത് പലതെന്ന് തോന്നുന്നത്. യഥാ ജ്യോതിർ യഥാ നഭഃ. ജ്യോതിർസ്ഥാനങ്ങളെ, സൂര്യചന്ദ്രാദികളെയോ അഗ്നിയെയോ ഒക്കെ പലതെന്ന് കാണും പോലെയും ആകാശം പലതെന്ന് തോന്നും പോലെയുമാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ അനാത്മാവായിരിക്കുന്ന ഈ ദേഹം അത് ആദിയും അന്തവുമുള്ളതാണ്. ദ്രവ്യം, പ്രാണൻ, ഗുണങ്ങൾ മുതലായതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സംഘാതമാണ്. ഇതൊന്നുമല്ലാത്ത ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. ആത്മനി അവിദ്യയാ ക്ലുപ്തഃ. ഇത് കാരണമായിട്ടാണ് ഈ ദേഹിക്ക് സംസാര ദുഃഖങ്ങൾ തുടരുന്നത്. സംസാരയതി ദേഹിനം. അപ്പോൾ ആത്മാവല്ലാത്ത അനാത്മാവായ ദേഹാദികളിൽ ആത്മബുദ്ധിയാണ് സംസാര കാരണം. ആത്മനഃ അന്യേന സംയോഗോ വിയോഗശ്ച അസതഃ സതി. ഹേ സതി, ആത്മാവിന് മറ്റൊരു വസ്തുവുമായിട്ട് സംയോഗ വിയോഗങ്ങളില്ല. കാരണം അവ അസത്താണ്. ഇല്ലാത്തതുമായിട്ട് എങ്ങനെ ചേരാനാണ്, എങ്ങനെ വിയോജിക്കാനാണ്? ഇല്ലാത്തതുമായിട്ടുള്ള ചർച്ചയും വിയോഗവുമാണ് നമ്മൾ സത്യമെന്ന് കരുതുന്നത്. തദ്ഹേതുത്വാ തത് പ്രസിദ്ധേഹേ ദൃഗ്രൂപാഭ്യാം യഥാരവേഹേ. ദൃക്കും രൂപവും വാസ്തവത്തിൽ രവിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. രവി ഉണ്ടെങ്കിലേ ദൃക്കുകൊണ്ടും രൂപം കൊണ്ടും പ്രയോജനവും ഉള്ളൂ. കണ്ണും രൂപവും രവിയുടെ മറ്റൊരു ഭാവമാണ്.
അതുതന്നെയാണ്, രവി തന്നെയാണ് ദൃക്കിനും രൂപത്തിനും കാരണം എന്നതുപോലെ ആത്മാ തന്നെയാണ് അനാത്മാക്കളുടെ ഹേതു. അനാത്മാക്കളെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവാണ്. അനാത്മാക്കളുടെ പ്രസിദ്ധിക്ക് കാരണം ആത്മാവിന്റെ പ്രസിദ്ധിയാണ്. സ്വർണത്തിന്റെ പ്രസിദ്ധിയാണ് ആഭരണങ്ങളുടെ പ്രസിദ്ധിക്ക് കാരണം. പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള സിദ്ധി, അവൈലബിലിറ്റി, അനുഭവമായി കാണുന്നത്. അപ്പോൾ ആഭരണങ്ങളുണ്ടോ? മാല, വള, കമ്മൽ, പല പേരിൽ ആഭരണങ്ങൾ നിങ്ങൾക്ക് സിദ്ധമായിട്ടുണ്ടോ? ഉണ്ടല്ലോ, സത്യമാണല്ലോ, നിങ്ങളെന്താ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്ന് വാദിക്കുകയാണെങ്കിൽ ആ ആഭരണങ്ങളൊന്നും വാസ്തവത്തിൽ അതിന് സ്വന്തമായിട്ടുള്ള ഒരു സിദ്ധിയില്ല, സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. പിന്നെയോ അത് സ്വർണത്തിൻ്റെ സിദ്ധിയാണ്, സ്വർണത്തിൻ്റെ പ്രകാശമാണ്, സ്വർണത്തിൻ്റെ ആ മെറ്റാലിക് ക്വാളിറ്റീസാണ് ആ ആഭരണങ്ങൾക്കുള്ളത്. ആഭരണങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ആ ആഭരണ പണിക്കാരൻ കൊടുത്ത ഒരു രൂപം മാത്രമേ ഉള്ളൂ. സ്വർണത്തിന് കലാകാരനായിട്ടുള്ള വിശ്വകർമാവ് അല്ലേ, സ്വർണപ്പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ ശില്പവേല ഉപയോഗിച്ചുകൊണ്ട് ചില രൂപങ്ങളൊക്കെ കൊടുത്തു, കാണാൻ നല്ല ഭംഗിയാക്കി. നമുക്ക് കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ അലങ്കാരമായി ചാർത്താൻ തോന്നുന്നു. വാസ്തവത്തിൽ അവിടെ സ്വർണം മാത്രമേ ഉള്ളൂ. സ്വർണത്തിൻ്റെ പ്രസിദ്ധിയാണ് ഈ ആഭരണങ്ങളുടെ പ്രസിദ്ധി. സ്വർണം തന്നെയാണ് ആഭരണങ്ങൾക്ക് ഹേതു. അതുപോലെ ആത്മാ തന്നെയാണ് ഈ അനാത്മാക്കളുടെ ഹേതുവും അനാത്മാക്കൾക്ക് പ്രസിദ്ധി കാരണവും. ജന്മാദ്യസ്യ യതഃ പ്രവൃത്തിർഭൂതാനാം, അതാണ് ഹേതു. ഏന സർവമിതം തദം, അതാണ് പ്രസിദ്ധി. ഭഗവത്ഗീതയിൽ പറയുന്ന ആ രണ്ട് വാക്യങ്ങൾ. യതഃ പ്രവൃത്തിർഭൂതാനാം തദ്ഹേതുത്വാ ഏന സർവമിതം തദം തത് പ്രസിദ്ധേഹേ. ഏതൊന്നിനാൽ എല്ലാം വ്യാപിച്ച് സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നുവോ. അപ്പോൾ സ്വർണത്തിന് ആഭരണങ്ങളുമായി ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടും തമ്മിൽ ഭേദമുണ്ടെങ്കിലല്ലേ ചേരാൻ പറ്റുള്ളൂ. രണ്ടും രണ്ടായിരുന്നാലേ ചേർച്ചയുള്ളൂ. രണ്ടും ഒരിക്കലും രണ്ടല്ല. ആഭരണം സ്വർണം തന്നെയാണ്. അപ്പോൾ സ്വർണവും ആഭരണവും തമ്മിൽ ഒരിക്കലും ചേർച്ചയോ വിയോഗം പറ്റുമോ? നിങ്ങൾക്ക് ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ വേർപെടുത്താനായിക്കൊണ്ട് സാധിക്കുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? നിങ്ങൾക്കൊരു സ്വർണമാല തന്നിട്ട് ഇത് 2 പവൻ ഉള്ള മാലയാണ്, മാല നിങ്ങൾ എടുത്തോളൂ, ആ 2 പവൻ സ്വർണം ഇങ്ങോട്ട് വേർതിരിച്ച് തരൂ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? അപ്പൊ വിയോഗവും ഈ വസ്തുവിൽ നിന്ന് സാധ്യമല്ല. അപ്പൊ സംയോഗ വിയോഗങ്ങൾ വാസ്തവത്തിലില്ല. ഉള്ള വസ്തു എന്നും ഉള്ളതായിരിക്കുന്നു. അതിനെ അറിയായിക കൊണ്ടാണ്, അതിൻ്റെ രൂപഭേദങ്ങൾ മാറുമ്പോഴാണ് സംയോഗ വിയോഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഭ്രമിക്കുന്നത്. ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ആശയമാണ്. നാത്മനോന്യേന സംയോഗോ വിയോഗശ്ച അസതഃ സതി തദ്ഹേതുത്വാ തത്പ്രസിദ്ധേഃ ദൃഗ്രൂപാഭ്യാം യദാരവേഃ ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാ ന ആത്മനഃ ക്വചിത് കലാനാമിവ നൈവേന്ദോഃ മൃതിർഹ്യസ്യ കുഹൂരിവ. അപ്പൊ ജന്മാദയഃ വിക്രിയാഃ ദേഹസ്യ, ജന്മാദി വികാരങ്ങൾ ഈ ദേഹത്തിന് മാത്രമാണ്. ക്വചിത് ആത്മനഃ ന, ഒരിക്കലും ആത്മാവിൻ്റേതല്ല. ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പോൾ ആത്മാവിന് ജന്മാദി വിക്രിയ ഇല്ല, ദേഹത്തിൻ്റെതാണ് ജന്മാദി വിക്രിയകൾ.
കലകൾക്കാണ് വൃദ്ധിക്ഷയങ്ങൾ, ഹിന്ദുവിൻ്റേതല്ല. കലകൾ വർദ്ധിച്ചാൽ ഹിന്ദു വർദ്ധിക്കുന്നുമില്ല, കലകൾ ക്ഷയിച്ചാൽ ഹിന്ദു ഇല്ലാതാവുന്നുമില്ല. അമാവാസിക്കും ഹിന്ദുവിന് യാതൊരു ബാധയും ഇല്ല. പൗർണമിക്ക് ഹിന്ദുവിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പൗർണമിക്ക് ഹിന്ദു വലുതായി, അമാവാസിക്ക് ഹിന്ദു തേഞ്ഞുപോയി. ഇതൊക്കെ ആരുടെ ഭാഷയാണ്? ഹിന്ദുവിൻ്റെ തത്വമറിയാത്ത മൂഢന്മാരുടെ ഭാഷയാണ്. ഹിന്ദു എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹിന്ദുവും നമ്മൾ നിൽക്കുന്ന ദേശവും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ചില വികലമായിട്ടുള്ള വീക്ഷണങ്ങളാണ് ഹിന്ദുവിൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്ക് കാരണം. അല്ലാതെ വസ്തുതയ ഹിന്ദുവിന് വൃദ്ധിയും ക്ഷയവും ഇല്ല. അത് അറിയണമെങ്കിലോ ഹിന്ദുവിനെ അറിയാൻ ഹിന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഒരു മാസം ഹിന്ദുവിൻ്റെ കൂടെ കഴിഞ്ഞു നോക്കുക, അല്ലേ? ഹിന്ദുവിൻ്റെ കൂടെ ഒരു അമാവാസി മുതൽ മറ്റൊരു പൗർണമി വരെയോ, അല്ലെങ്കിൽ പൗർണമി മുതൽ അമാവാസി വരെയോ, അല്ലെങ്കിൽ 2 പക്ഷങ്ങളോ നിന്ന് നോക്കുക. എന്നിട്ട് ഭൂമിയിലുള്ള ആളുകളുമായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഭൂമിയിലിരിക്കുന്നവർ പറയണു ഇന്ന് പ്രഥമയാണ്, ഹിന്ദു കാണാൻ തുടങ്ങിയിട്ടില്ല, ഇന്ന് ദ്വിതീയയാണ്, ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം, ഇന്ന് തൃതീയയാണ്, ഹിന്ദു ഇത്തിരി വളർന്നിട്ടുണ്ട്, ഒരു രേഖ പോലെ കാണുന്നുണ്ട്, അല്ലേ? 3-ാം പിറൈ. ഇന്ന് ചതുർത്ഥിയാണ്, ഇന്ന് കാണാൻ പാടില്ല എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയണത്. ഇന്ന് പഞ്ചമിയാണ്, അല്പം വലുതായി കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഭൂമിയിലുള്ളവർ നമ്മൾ ചന്ദ്രനിലിരിക്കുമ്പോൾ റിപ്പോർട്ട് അയച്ചുകൊണ്ടിരിക്കും. നമുക്കതൊക്കെ കാണുമ്പോൾ ചിരി വരും. നമ്മൾ ചന്ദ്രനിലിരുന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ചന്ദ്രന്റെ തലത്തേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ മാത്രമേ അതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ഇല്ലാത്തതാണ്, ഭ്രമം മാത്രമാണ്. ഹിന്ദുവിന് ഒരു കാലത്തും നാശമില്ല, അമാവാസിക്കും ഹിന്ദു ഇല്ലാതാവുന്നില്ല എന്ന് ഉറപ്പുവരും. ഇതുപോലെയാണ് നമ്മൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയർന്നിരിക്കണം. ദേഹതലത്തിൽ നിന്ന് പൊങ്ങണം. ദേഹതലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇത് എത്ര പ്രാവശ്യം കേട്ടാലും എത്ര പ്രാവശ്യം കാണാപ്പാഠം ചൊല്ലിയാലും രക്ഷയൊന്നുമില്ല. ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരാനാണ് ദേഹാദികളിലുള്ള ആസക്തി വെടിയാനുള്ള പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണ്ടേ? ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്. അതിനാണ് നമ്മൾ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്നത്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നു, നീ എന്താണെന്ന് ആത്മനി ഭാവയ. ബ്രഹ്മതത്വമസി, തത് ബ്രഹ്മത്വമസി, ആ ബ്രഹ്മമാകുന്നു നീ. ഏത് ബ്രഹ്മം? ജാതി നീതി കുല ഗോത്ര ദൂരകം ബ്രഹ്മ. ഈ പറഞ്ഞതെല്ലാം ശരീരാദികളുടേതാണ്, അനാത്മാവിൻ്റേതാണ്. ജാതി എന്ന് പറയുന്നത് നമ്മൾ ജനനം കൊണ്ട് കൽപ്പിക്കുന്ന വിശേഷമാണ്. പശുജാതി, പക്ഷിജാതി, മത്സ്യജാതി, മൃഗജാതി, മനുഷ്യജാതി. ആകെ ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. നമ്മുടെ ഇടയിൽ നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന ഇരുക്കാലികളായ, അല്ലേ, നമ്മളെ ഹോമോസാപ്പിയൻസ്ന്നോ എന്തൊക്കെയോ വിളിക്കുന്ന നമ്മളെല്ലാം ഒരു ജാതിയാണ്. ജന്മന നമ്മൾക്ക് എല്ലാവർക്കും ഒരേ രൂപമാണ്, മനുഷ്യരൂപം.
ആ മനുഷ്യരൂപത്തിൽ ആണ് പെണ്ണ്, ഇത് രണ്ടും അല്ലാത്തത് എന്നേ ഉള്ളൂ. അത് തന്നെ കുട്ടിയായിരിക്കുന്നു, അത് തന്നെ വലുതാകുമ്പോൾ രൂപമാറ്റം വരുന്നു. എപ്പോഴും ഒരുപോലെയല്ല രൂപം. അപ്പോൾ ഈ രൂപം എന്നുള്ളത് താൽക്കാലികമാണ്, അത് പെർമനൻ്റ് അല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്താൽ എല്ലാവരെയും ഒരുപോലെ ആക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്നെയും നിങ്ങളെയൊക്കെ ഒരുപോലെ ആക്കാം. ഇപ്പോൾ ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ ആണാക്കുന്നു, പലതും ചെയ്തിട്ട് അല്ലേ. അതൊക്കെ വേണമെങ്കിൽ സാധിക്കുന്നത്. അപ്പോൾ ആകെ കൂടിയുള്ളത് ഒരേ ഒരു ജാതി, മനുഷ്യജാതി. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മുടെ പൂർവികർ എന്തൊക്കെയോ തൊഴിൽ ചെയ്തപ്പോൾ അവർക്ക് എന്തൊക്കെയോ പേര് കിട്ടിയിരുന്നു. ഓരോരുത്തർക്ക് അവരുടെ തൊഴിലിനനുസരിച്ചിട്ടുള്ള പേര് അങ്ങനെ വന്നു ചേർന്നു. അവരെല്ലാം ഒരു കൂട്ടമായിട്ട്, ഒരു സമൂഹമായിട്ട് താമസിച്ചു. അങ്ങനെ കുലം, ഗോത്രം, വർഗം എന്നൊക്കെ, ഒരു കുടുംബം എന്നൊക്കെയുള്ള രീതിയിലായി വന്നു. അതൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടായ വ്യവസ്ഥയാണ്. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. മറ്റു ജന്തുക്കളും, ശക്തി കുറഞ്ഞ ജന്തുക്കളെല്ലാം ഒന്നിച്ചു കൂടിയാണ് കഴിയുന്നത് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതെല്ലാ ജന്തുക്കളുടെ ഉള്ളിലും അവരുടെ സെക്യൂരിറ്റി, അവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ നിന്നാൽ ഒന്നിച്ചു നിലനിൽക്കാം എന്നുകൊണ്ട് കൂട്ടമായിട്ട് കഴിയുന്നു. അത് മനുഷ്യ സഹജമായി മനുഷ്യരിലുമുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ഓരോ ഗ്രൂപ്പായി, ഓരോ ദേശത്ത് ഓരോ ഗ്രൂപ്പുകളായി, ഓരോ തൊഴിലുകൾ ചെയ്തപ്പോൾ ഓരോ പേര് വന്നു ചേർന്നു. ആ തൊഴിലുകളൊന്ന് ഉപേക്ഷിച്ചപ്പോൾ ആ പേര് നിലനിർത്തുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അച്ഛൻ ഡോക്ടറായിരുന്നാൽ മകൻ ഡോക്ടറാവുമോ? അച്ഛൻ വക്കീലായാൽ മകൻ വക്കീലാകുമോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ മന്ദബുദ്ധിയാണെങ്കിൽ മകനും മന്ദബുദ്ധിയായിട്ടല്ലേ അറിയപ്പെടേണ്ടത്? അച്ഛൻ ഒന്നുമല്ല, സ്കൂളിലേ പോയിട്ടില്ല, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഒരു മന്ദബുദ്ധി. അങ്ങനെയാണെങ്കിൽ മക്കളും മന്ദബുദ്ധിയല്ലേ ആവേണ്ടത്? അങ്ങനെയല്ലല്ലോ കാണുന്നത്. മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള മക്കളുണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെ തിരിച്ചും ഉണ്ടാവൂലോ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജാതി അഭിമാനം നമ്മൾ തൂത്തെറിയണം. ഇപ്പോഴും പലരുടെ ഉള്ളിലും പഴയ കറകൾ കിടപ്പുണ്ട്. ആ കറകൾ നമ്മൾ അറിവ് കൊണ്ട് കളയണം. അഭിമാനമില്ലാതെ ആവണം. അതാണ് ഞാൻ ഇന്ന ജാതിയല്ല, ഞാൻ ആകെ മനുഷ്യജാതിയാണ്. ഇപ്പോൾ ആ മനുഷ്യജാതി എന്നുള്ളതും ഈ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോൾ ഉള്ള ധാരണ മാത്രമാണ്. ഞാൻ മുമ്പ് പല ജന്തുക്കളായും ജനിച്ചിട്ടുണ്ട്. എല്ലാ ജന്തുക്കളിലും ഞാൻ തന്നെയാണ് ആത്മാവായി വ്യാപിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൽ മാത്രമല്ല ആത്മാവായ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ഞാൻ ഏത് ജാതിയിൽ പറയും? എൻ്റെ ജാതി ചോദിച്ചാൽ ഞാൻ എല്ലാ ജാതികളുടെ പേരും എഴുതേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിവരം വയ്ക്കും. ആദ്യം കേൾക്കുന്നവരൊക്കെ വട്ടാണെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മുടെ പൂർവികർ ഓരോ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അവരെയാണ് നവോത്ഥാന നായകന്മാരെന്ന് വിളിച്ചത്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റ് പല കാര്യങ്ങളും സമൂഹത്തെ ഡിസിപ്ലിൻഡായി ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പല വ്യവസ്ഥകളാണ്. അതിലൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ല. എല്ലാ കാലത്തും ഒരേ ആചാരം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് സ്മൃതികൾ കാലാകാലങ്ങളിൽ മാറ്റാം. സ്മൃതികൾ അതാത് കാലത്ത് പ്രായോഗികമായ കാര്യങ്ങളെ അതാത് കാലത്ത് പണ്ഡിതന്മാരായ ദീർഘവീക്ഷണമുള്ള ആചാര്യന്മാർ പറയുന്നത് പോലെ സ്വീകരിക്കാവുന്നതാണ്. സനാതനധർമ്മത്തിൽ ഈ അദ്വൈതമാകുന്ന സത്യം, അതാണ് പരമസത്യം എന്നുള്ളത് മാത്രമാണ് മാറാത്തത്. ആ സത്യത്തെ
അവനവൻ്റെ സ്വരൂപമായി അറിയുകയാണ് ജ്ഞാനം. ബാക്കി അത് അറിയാനുള്ള വഴികളൊക്കെ നമുക്ക് ഏത് വഴി വേണമെങ്കിൽ സ്വീകരിക്കാം. അതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാനാണെന്നുള്ള അറിവോടുകൂടെ എല്ലാവരോടും സമബുദ്ധിയോടെ സ്നേഹത്തോടെ ആരെയും ഉപദ്രവിക്കാതെ ആരെയും വെറുക്കാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് കഴിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. തസ്യ കോ മോഹഃ കഃ ശോകഃ ഏകത്വമനുപശ്യതഃ. ഇതാണ് ജ്ഞാനം. അപ്പോൾ ജന്മാദി വികാരങ്ങൾ ദേഹത്തിൻ്റെതാണ്. ജാതി, നീതി, കുല, ഗോത്ര, ദൂരകം, ഇതിൽ നിന്നൊക്കെ ദൂരേക്ക് ഗമിച്ചിരിക്കുന്നതാണ് ആത്മാ. ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമാണ് ആത്മാ. ഇതെല്ലാം ദേഹത്തിൽ കൽപ്പിച്ചിട്ടുള്ളതാണ്. നാമ രൂപ ഗുണ ദോഷ വർജിതം ആത്മാ. ദേശ കാല വിഷയ അതിവർത്തി യത് ബ്രഹ്മ തത്വമസീതി ആത്മനി ഭാവയ. അതാണ് നീയെന്ന് നിരന്തരം ഭാവന ചെയ്യൂ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് പരമാർത്ഥം. മറ്റതെല്ലാം അസത്താണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു. ഇതൊക്കെ അസത്ത് എൻ്റെ മേലെ അടിഞ്ഞുകൂടിയതാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചുമന്നു നടക്കുകയാണ്. ഇതൊന്നും ഞാനല്ല. നെഗേറ്റ് ചെയ്യണം. എന്നിട്ട് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എൻ്റെ സ്വരൂപം സച്ചിദാനന്ദരൂപമാണ്, ശിവസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, ചൈതന്യസ്വരൂപമാണ് എന്ന് ഉറപ്പിക്കണം. ഇതാണ്. അപ്പോൾ മറ്റൊരു ദൃഷ്ടാന്തത്തിലൂടെ അഥവാ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് സംസാരത്തെ ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളിങ്ങനെ ആത്മസ്വരൂപികളായിരുന്നിട്ടും ഏകവും അദ്വിതീയവുമായ പരമാത്മ ചൈതന്യമായിരുന്നിട്ടും എങ്ങനെ നമുക്ക് സംസാര ദുഃഖങ്ങൾ വരുന്നു, ഭേദബുദ്ധി നമ്മളെ എങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഇതുപോലെ. ഏതുപോലെ? യഥാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപി അസത്യർത്ഥേ തദാപ്നോതി അബുധോ ഭവം. യഥാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപി അസത്യർത്ഥേ തദാപ്നോത്യബുധോ ഭവം. യഥാ എപ്രകാരമാണോ ശയാനഃ ശയിക്കുന്നവൻ ഉറങ്ങാൻ കിടന്നവൻ ഉറങ്ങിയിട്ടില്ല, എന്നാ ബോധം പോവുകയും ചെയ്തു അല്ലേ? അങ്ങനെയുള്ളവൻ ആത്മാനം വിഷയാൻ ഫലം യഥാ അനുഭവതി. അപ്പോൾ ആത്മാനം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്ന ഒരാള് ആ ഉറക്കത്തിൽ സ്വപ്നത്തിൽ മറ്റൊരു തന്നെ കാണുന്നുണ്ട്. ഉറങ്ങുന്ന ആള് വേറെ, ഉറക്കത്തിൽ തൻ്റെ തന്നെ ഒരു ശരീരം വേറെ കാണുന്നുണ്ട്, ഒരു വ്യക്തിയെ വേറെ കാണുന്നുണ്ട്. അത് ഉറങ്ങുന്നവനല്ല, ആണോ? എന്തൊക്കെയോ പണിയെടുക്കുന്നവനായിട്ട്. നാം തന്നെ സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യണേ? കട്ടിലിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്, കിടക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ നമ്മളെ കാണുന്നു, എന്തൊക്കെയോ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതായിട്ട്, ഏതൊക്കെയോ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതായിട്ട്, ആരൊക്കെയോ നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ട്, ആ ഉപദ്രവമെല്ലാം ഏറ്റുവാങ്ങി പീഡിപ്പിക്കപ്പെടുന്നവനായിട്ട്, നിലവിളിച്ച് കരയുന്നവനായിട്ട്, ഓടുന്നവനായിട്ട്, ചാടുന്നവനായിട്ട് എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരാളെ കാണുന്നുണ്ട്. ആത്മാനം, നാം തന്നെ നമ്മെ വേറെ കാണുന്നു.
വിഷയാൻ, അതുപോലെ വിഷയങ്ങളെ കാണുന്നു. ഉറങ്ങിക്കിടന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ലോകത്തെ തന്നെ കാണുന്നു. സൂര്യചന്ദ്രന്മാരെ കാണുന്നു, വനങ്ങൾ കാണുന്നു, നഗരങ്ങൾ കാണുന്നു, വാഹനങ്ങൾ കാണുന്നു, ആളുകളെ കാണുന്നു, എന്തെല്ലാം കാണുന്നു ഉള്ളിലെ വിഷയങ്ങൾ. നമുക്കിഷ്ടമുള്ള വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ വിഷയാൻ, അതുപോലെ ഫലം, പലതരം ഭോഗങ്ങളെ നമ്മൾ അനുഭവിക്കുന്നു. പലതും നമ്മളവിടെ അനുഭവിക്കുന്നു സുഖദുഃഖങ്ങളുടെ രൂപത്തിൽ, അനുകൂല പ്രതികൂല ഫലങ്ങളായിട്ട്. യഥാ, എപ്രകാരം അനുഭവിക്കുന്നുവോ, തഥാ അബുദഃ. ശയാനഃ യഥാ അബുദഃ, ശയാനൻ പാതി ഉറക്കത്തിലുള്ളവൻ. അതുപോലെയാണ് അബുദൻ. അബുദൻ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവൻ, ജ്ഞാനമില്ലാത്തവൻ, പ്രജ്ഞയില്ലാത്തവൻ, വേണ്ട പോലെ വിചാരം ചെയ്ത് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാത്തവൻ, മൂഢൻ, അജ്ഞാനി. അപ്പൊ അബുദഃ അർത്ഥേ അസതി അപി ഭവമാപ്നോതി. അർത്ഥേ അസതി അപി, പദാർത്ഥം ഇല്ലാതിരുന്നിട്ടും നാനാത്വമില്ലാതിരുന്നിട്ടും ഭവം ആപ്നോതി, ഈ സംസാരത്തെ പ്രാപിക്കുന്നു. എങ്ങനെയാണോ ആഭരണങ്ങൾ അസത്താണ്, സ്വർണം മാത്രമേ ഉള്ളൂ സത്തായിട്ട്, എന്നിട്ടും നമ്മൾ ആഭരണങ്ങളിൽ ഭ്രമിക്കുന്നു, വേറെ വേറെ ആഭരണങ്ങൾ വേണമെന്ന് ശഠിക്കുന്നു, അതിനുവേണ്ടി ശണ്ട കൂടുന്നു, കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യാം അല്ലേ. അധികം ആഭരണ ഭ്രമമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭർത്താവിനോട് പറയണം, എനിക്ക് ഇന്ന നെക്ലസ് വാങ്ങിച്ച് തരണം, ഈ മാസത്തെ ശമ്പളം കിട്ടിയാൽ എനിക്ക് ഇന്നത് വാങ്ങിച്ച് തന്നിരിക്കണം എന്ന് പറഞ്ഞ് ചാഢ്യം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല EMIകളും ഒക്കെ അടയ്ക്കാനുള്ളത് കൊണ്ട്, പണ്ടത്തെ സ്വർണം വാങ്ങിച്ചതിൻ്റെ കടം വീട്ടാനുള്ളത് കൊണ്ട് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഭ്രാന്തിയായ അല്ലേ, വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആ മൂഢ എന്തു ചെയ്യും, എവിടെയെങ്കിലും ചാടി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കയറിൽ കെട്ടിത്തൂങ്ങും. അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തൻ്റെ കയ്യിൽ ഓൾറെഡി കിലോ കണക്കിന് വേണമെങ്കിൽ സ്വർണം ഉണ്ടാവും, പക്ഷേ താൻ ഉദ്ദേശിച്ച മറ്റൊരാഭരണം കിട്ടിയില്ല, അത് മതി. അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്, തനിക്ക് നാണം മറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അലമാറകൾ നിറച്ച് വസ്ത്രങ്ങളാണ്, എന്നാലും താൻ ഉദ്ദേശിച്ച ഒരു സാരിയോ ഒരു മറ്റേതെങ്കിലും ഒരു വസ്ത്രമോ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തും ആപത്തുകളും ഉണ്ടാക്കും. വേണമെങ്കിൽ ഡൈവോഴ്സ് വരെ അല്ലേ. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ ആഗ്രഹിച്ച ഒരു സാരി നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണു. ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഈ നിസ്സാര കാര്യങ്ങൾക്ക് ശണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാനാവാത്ത ഒരു ഇതാണ്. കാരണം എല്ലാവരും സ്വതന്ത്രരാവുകയാണ്, സെൽഫ് സെന്റേർഡ് ആവുകയാണ്, അതുകൊണ്ട് തന്നെ സെൽഫിഷ് ആവുകയാണ്. പണ്ട് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിനും നമുക്ക് പങ്കുവെക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അവിടെ എത്ര പേരുണ്ട്, അവർക്ക് തുല്യമായിട്ട് പങ്കിട്ട് കൊടുക്കണം എന്ന് അതുണ്ടാക്കിയ കുടുംബനാഥർ നിശ്ചയിക്കും. നമ്മളെല്ലാവരും നിരന്നിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ വിളമ്പും. ചെറിയ കുട്ടികൾക്ക് കുറച്ചൊന്ന് വരും, വലിയ ശരീരമുള്ളവർക്ക് കുറച്ച് കൂട്ടിന്ന് വരും. അതൊക്കെ അമ്മമാർക്ക് അറിയാം എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അധ്വാനം കൂടുതലുള്ളവർക്ക് കൂടുതൽ കൊടുക്കണം, ഒരു അധ്വാനം ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ വിവരമുള്ള അമ്മമാർ വേണ്ട പോലെ നിയന്ത്രിക്കുമായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചു മേടിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. കുട്ടികൾക്ക് അച്ഛനമ്മമാരുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ദോശയും ഇഡ്ഡലിയും പുട്ടും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ബർഗർ, പിസ്സ,
വേറെന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മന്തികളാണ് അല്ലേ, കുഴിമന്തിയായിട്ടും മറ്റു പല മന്തികളായിട്ടും ഷവർമ്മകളായിട്ടും ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ശീലിപ്പിച്ചു, അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യം പരിധി വിടുകയാണ് എപ്പോഴും. അവരങ്ങനെ ശീലിച്ചതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും നോ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ അവരെ ജയിലിൽ അടച്ചതുപോലെയാണ് അവർക്ക്. അല്ലാതെ പരിമിതപ്പെടുത്തി ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ്, സഹിക്കാനാവില്ല. അതുകൊണ്ട് അവർ തകർന്നു പോകും, അവർ പൊട്ടിത്തെറിക്കും. അതാണ് ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. പണ്ട് അല്ലെ പെൺകുട്ടികൾക്ക് കുറവാണ് കൊടുത്തിരുന്നത്, ആൺകുട്ടികൾക്ക് കൂടുതൽ കൊടുക്കും. കാരണം ആൺകുട്ടികൾ നല്ലോണം ഓടിച്ചാടി അധ്വാനിക്കുന്നവരാണ്. പെൺകുട്ടികൾ അധികം കഴിച്ച് തടിക്കാതിരിക്കുന്നത് നല്ലതാണ് അല്ലേ. അപ്പോൾ ഇന്ന് തലമുറകൾ കൂടുതൽ സ്വതന്ത്രരായി വളരുന്നത് കൊണ്ട്, ഒന്നിൻ്റെയും കുറവ് അനുഭവിക്കാത്തത് കൊണ്ട്, ദാരിദ്ര്യം ഒട്ടും അനുഭവിക്കാത്തത് കൊണ്ട്, അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് കൊണ്ട് അവർ സെൽഫ് സെൻറ്റേർഡ്, സെൽഫിഷ് ആ രീതിയിലാണ് ഇന്നത്തെ ചിന്തകൾ മുഴുവൻ. ഞാനെന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം, ഞാനെന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സുഖങ്ങളെ ത്യജിക്കണം, ഈ ചിന്ത ഇന്ന് പ്രബലമാണ്. അതുകൊണ്ടാണ് അസഹിഷ്ണുത. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡൈവോഴ്സ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ കൂടുതൽ അസഹിഷ്ണുത. അവരാണ് പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് പോരുന്നത്. അവർക്ക് ധൈര്യമുണ്ട്, ഇനിയും എനിക്ക് യൗവനമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇനിയും ഇഷ്ടം പോലെ ആൺപിള്ളേർ എൻ്റെ പുറകെ വരും, അല്ലെങ്കിൽ തന്നെ ഉണ്ട്, ആ ഉള്ളതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എല്ലാവരുടെയും അല്ല കേട്ടോ, എന്നാലും ഭൂരിപക്ഷത്തിൻ്റെ. പലരോടും സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ധൈര്യമാണ് പെൺകുട്ടികൾക്ക്. എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് യൗവനമുണ്ട്, എത്ര ആമ്പിള്ളേർ വേണമെങ്കിൽ എൻ്റെ പുറകെ വരും. അപ്പോൾ പണ്ട് വിദേശികൾ ഉപേക്ഷിച്ച ആ സംസ്കാരം ഇപ്പോൾ നമ്മൾ ആ ഒഴുപ്പൊക്കെ ചുമക്കുകയാണ്. അവർ ഇപ്പോൾ അതൊക്കെ മതിയായിട്ട് എങ്ങനെയെങ്കിലും ഭാരതീയമായിട്ടുള്ള കുടുംബ വ്യവസ്ഥകളിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നവർ കൊതിക്കുകയാണ്. ആ രീതിയൊക്കെ അവർ കൊതിച്ച് അവിടെയുള്ള വിദേശികൾ ഇന്ത്യൻസിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണും പെണ്ണും. പെൺപിള്ളേർ ഇന്ത്യൻ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള ആൺപിള്ളേർ ഇന്ത്യൻ വനിതകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കൂടെ എന്നും ഒരു കമ്പാനിയൻ ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയാം. വയസ്സുകാലത്തും ഒരു തോള് ചായ്ക്കാനായിക്കൊണ്ട് ഒരു താങ്ങായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടാവും. മറ്റതെല്ലാം വയസ്സാവുമ്പോൾ ഒന്നിനും കൊള്ളാതാവുമ്പോൾ ആരും ഇല്ലാതെ ഭിക്ഷക്കാരെ പോലെയുള്ള അവസ്ഥയിലായിരുന്നു അവർ കുറേ പേര് കഴിഞ്ഞിരുന്നത്. ഇപ്പോഴും ഇന്നത്തെ നമ്മുടെ സമൂഹം, കേരള സമൂഹം ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് കുറെ സൗകര്യമുള്ളവർക്ക് ഭിക്ഷക്കാരെ പോലെ ആവണ്ട. ബാങ്കിൽ ഡെപ്പോസിറ്റും വീടും പെൻഷനും ഒക്കെ ഉള്ളവർക്ക് കുറച്ച് സെക്യൂരിറ്റി ഉണ്ട്. ജോലിക്കാരോ ഹോം നഴ്സോ ആരെങ്കിലുമൊക്കെ വെക്കാം. ചിന്തിക്കുക, നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു ദോഷം. സെൽഫിഷായി, സെൽഫ് സെൻറ്റേർഡായി, ഇൻടോളറൻ്റായി നമ്മുടെ കുട്ടികൾ വളരുന്നു. എന്താ ഇപ്പോൾ പറഞ്ഞു വന്നത്? യഥാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേ. ഇപ്പോൾ വിഷയാൻ അനുഭുങ്ക്തേ, എപ്പോൾ? അർത്ഥേ അസതി അപി.
അർത്ഥം പദാർത്ഥം ഇല്ലാതിരുന്നിട്ടും സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. ഇല്ലാത്ത പദാർത്ഥങ്ങളൊക്കെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ? സ്വപ്നത്തിൽ നല്ല സദ്യ ഉണ്ടു മതിയായി, എന്തോ കാരണം കൊണ്ട് ഉണർന്നപ്പോൾ നല്ല വിശപ്പ്. താൻ കഴിച്ച സദ്യയൊക്കെ എവിടെ പോയി? സദ്യയുടെ മണം പോലും ഇല്ല, കഴിഞ്ഞു പോയതിൻ്റെ മണം പോലും ഇല്ല. എവിടെ തപ്പിയാലും ഒരു പൊടി പോലുമില്ല. അതുപോലെ സ്വപ്നത്തിൽ കണ്ടതൊന്നും ഉണരുമ്പോൾ അവൈലബിൾ അല്ല. അപ്പം അതൊരു ഭ്രമം മാത്രമായിരുന്നു, തൻ്റെ മനസ്സിൻ്റെ കൽപ്പനകൾ മാത്രമായിരുന്നു സ്വപ്നത്തിലെ സൃഷ്ടി. അതുപോലെയാണ് അർത്ഥഃ അസതിയപി അബുധഃ ഭവ ആപ്നോതി. അബുധന്മാർ, ബുദ്ധിയില്ലാത്തവർ, ചിന്തിക്കാത്തവർ ഈ ഭവത്തെ പ്രാപിക്കുന്നത്, ഈ നാനാത്വത്തെ സത്യമെന്ന് കരുതി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാനാത്വത്തിലുള്ള ഭ്രമം അഥവാ സത്യത്വ ബുദ്ധിയാണ് ഉപേക്ഷിക്കേണ്ടത്. ഏകമായിരിക്കുന്ന ആത്മാവിനെയാണ് അറിയേണ്ടത്. അതിലാണ് ബുദ്ധി ഉറക്കേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. ഇവിടെ ബലരാമസ്വാമി അനുജത്തിയായ രുക്മിണിയെ ഒരു ശിഷ്യയായി കരുതി നല്ല രീതിയിൽ ഉപദേശിച്ച് സാന്ത്വനിപ്പിക്കുകയാണ്. നോക്കൂ, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്, ഭഗവതിയാണ്. എന്നിട്ട് പോലും മനുഷ്യ ശരീരമെടുക്കുമ്പോൾ ഇതുപോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക ഭാവങ്ങളൊക്കെ വരും മായ കൊണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഉപദേശങ്ങൾ വേണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ഉപദേശം വേണ്ടേ? നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് കൗൺസലിംഗ് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. വീട്ടിൽ നിന്ന് തന്നെ കുട്ടിക്കാലത്തെ നല്ല രീതിയിൽ കൊടുത്തിരുന്നാൽ കൗൺസലിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ ജീവിത രീതിയിൽ വിവാഹത്തിന് മുമ്പ് വളരെയധികം കൗൺസലിംഗ് എന്നുള്ളത് ആവശ്യമാണ് കുട്ടികൾക്ക്. പെൺകുട്ടികൾക്കും അതെ, ആൺകുട്ടികൾക്കും അതെ. അവരെ പ്രിപ്പയർഡ് ആക്കണം. ഏത് അവസ്ഥയിലും വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനും പരസ്പരം എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാതിരിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനും ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കളിയാക്കാതിരിക്കാനും അല്ലേ? പരസ്പരം കളിയാക്കുന്നത് വലിയ മുറിവേൽപ്പിക്കും. പ്രത്യേകിച്ച് കുടുംബത്തെ കളിയാക്കിയാൽ വലിയ മുറിവായിരിക്കും. അച്ഛനമ്മമാരെയൊക്കെ കളിയാക്കിയാൽ, ബന്ധുക്കളെ കളിയാക്കിയാൽ അതൊക്കെ വലിയ മുറിവുകളാണ് പരസ്പരം ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിൽ വീട്ടുകാരെയൊന്നും വലിച്ചഴക്കേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. അവർക്കൊക്കെ ദോഷമുണ്ടെങ്കിലും ഇരുന്നോട്ടെ, വിളിച്ചു വരുത്താതിരിക്കുക. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ നല്ല മുറിവായിട്ട് കിടക്കും. അഭിമാനം വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. അപ്പോൾ ബന്ധുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് അഭിമാനം കൂടുതൽ ഹെർട്ടാവുക. അതുകൊണ്ട് കുട്ടികളെയൊക്കെ നല്ലോണം പറഞ്ഞ് പഠിപ്പിക്കണം. അതിനുവേണ്ടി കൗൺസലിംഗ് ആവശ്യമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി ധാരാളം കൗൺസലിംഗ് സെൻറ്റേഴ്സ് പല സിറ്റികളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് ആചാര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ, മനഃശാസ്ത്രജ്ഞന്മാരുടെയും നേതൃത്വത്തിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, അനുഭവസ്ഥരായിട്ടുള്ള മുതിർന്നവരുടെ നേതൃത്വത്തിൽ ഒക്കെ നടത്താവുന്നതാണ്, നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് വിവാഹം കഴിക്കാനേ താല്പര്യമില്ല. ഒന്നാമത് അവർ സ്വാർത്ഥരായി, സ്വതന്ത്രരായി, അടിച്ചു പൊളിച്ച് ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞ് 6 മാസം ഒരാളുടെ കൂടെ, 1 വർഷം മറ്റൊരാളുടെ കൂടെ, 2 വർഷം വേറൊരാളുടെ കൂടെ, അങ്ങനെയുള്ളവരാണ് ഇന്ന് ലൈം ലൈറ്റിൽ കാണപ്പെടുന്നത്.
സമൂഹത്തിൽ പല സിനിമാ രംഗത്തോ അല്ലെങ്കിൽ മറ്റ് മാധ്യമ രംഗങ്ങളിലോ ഏതെങ്കിലും രംഗത്തുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ വലിയ അഭിമാനത്തോടെ അവർ വന്ന് വിളിച്ച് പറയണം ഞങ്ങളിങ്ങനെയാണ്, ഇപ്പം ഞങ്ങൾ ഇന്നയാളുടെ കൂടെയാണ്, മുമ്പ് ഞാൻ ഇന്നയാളുടെ കൂടെ ആയിരുന്നു, അതിനു മുമ്പ് ഇന്നയാളുടെ കൂടെയായിരുന്നു, ഇനി ഞാൻ ഇയാളെ എപ്പോൾ വേണമെങ്കിൽ വിട്ടിട്ട് പോകും. ഇത് കണ്ടും ഇത് ജനറലൈസായി എല്ലാ കുട്ടികളുടെയും ആറ്റിറ്റ്യൂഡായി മാറി. അപ്പം എന്താവും, കുറച്ചു കാലം ഈ സൗന്ദര്യവും യൗവനവും ഒക്കെ ഉള്ളതുവരേക്കേ ഇതൊക്കെ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കറിവേപ്പിലകളായി മൂലയ്ക്ക് തള്ളപ്പെടും, ചവിട്ടി അരയ്ക്കപ്പെടും. ഇതെല്ലാം ഉണ്ടായിട്ടും അല്ലേ, മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിട്ടും പലരും കറിവേപ്പില പോലെയാണ്. അപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാതിരുന്നാലോ? ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. നേരായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് മുതിർന്നവരാണ്, വീട്ടിലുള്ളവരാണ്. ശ്രമിക്കുക, ശ്രദ്ധിക്കുക. തസ്മാദജ്ഞാനജം ശോകം, അതുകൊണ്ട് അജ്ഞാനജം ശോകം, അജ്ഞാനത്തിൽ ഉണ്ടാവുന്നതാണ് ശോകം, അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നതാണ്, അറിവില്ലാത്തവർക്കുള്ളതാണ് ശോകം. നാനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ നാനുശോചന്തി. അപ്പോൾ ശോകം എന്നുള്ളത് അറിവില്ലായ്മയുടെ റിസൾട്ടാണ്. അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം, അവനവനെ തന്നെ ശോഷിപ്പിക്കുന്നതും മോഹിപ്പിക്കുന്നതുമാണ്. നമ്മളെ തന്നെ തളർത്തുകയും അതുപോലെ തന്നെ ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ അജ്ഞാനജമായിട്ടുള്ള ശോകം. ഈ ശോകം കൊണ്ട് നമ്മൾ പല വിഡ്ഢിത്തരങ്ങളും ചെയ്യും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല കുരുത്തക്കേടുകളും ചെയ്യും, അരുതാത്തതൊക്കെ ചെയ്യും. അതാണ് ആത്മശോഷ വിമോഹനം. അങ്ങനെയുള്ള അജ്ഞാനജം ശോകം തത്വജ്ഞാനേന നിർഹൃത്യ, തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം, വസ്തുതകളെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, എന്താണ് ഉള്ളത്, ഉള്ളതെന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം. അങ്ങനെ ജ്ഞാനം കൊണ്ട് നിർഹൃത്യ, നിർഹൃത്യ നിതരാം ഹരണം കൃത്വ, നശിപ്പിച്ചിട്ട്. സ്വസ്ഥാഭവ ശുചിസ്മിതേഹേ, ശുചിസ്മിതേ നന്നായി ചിരിക്കുന്നവളെ, മന്ദഹസിക്കുന്നവളെ, സ്വസ്ഥാഭവ നീ സ്വസ്ഥയായി ഭവിച്ചാലും ശാന്തയായി ഭവിച്ചാലും. അപ്പോൾ ഈ അജ്ഞാനത്തെയാണ് നശിപ്പിക്കേണ്ടത്, ശോകമോഹങ്ങൾ ഇല്ലാതാക്കാൻ. എങ്കിൽ മാത്രമേ സ്വസ്ഥതയുള്ളൂ. സ്വസ്ഥതയ്ക്ക് വേണ്ടി അജ്ഞാനത്തെ നശിപ്പിക്കുക. അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ ജ്ഞാനം ആർജിക്കണം. ജ്ഞാനം ആർജിക്കാൻ ഗുരുക്കന്മാരെ സമീപിക്കണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, വരന്മാരെ പ്രാപിച്ച്, ഗുരുവര്യന്മാരെ പ്രാപിച്ച് ബോധമുള്ളവരാകൂ. ഇതെല്ലാം മനുഷ്യ സമുദായത്തോടും ഉള്ള നമ്മുടെ വേദത്തിൻ്റെ ഉപനിഷത്തുക്കളുടെ ആഹ്വാനമാണ്. എല്ലാവരോടുള്ള ആഹ്വാനമാണ്. എല്ലാവരും എഴുന്നേൽക്കൂ, ഉണരൂ, അറിവുള്ളവരെ സമീപിച്ച് ബോധമുള്ളവരായി ജീവിക്കൂ, ഇരുട്ടത്ത് ജീവിക്കാതിരിക്കൂ, അന്ധന്മാരെ പോലെ ജീവിച്ച് പടുകുഴികളിൽ പതിക്കരുത്. ഇത് എല്ലാവർക്കും ഈ ഒരു വെളിവുണ്ടാകണം. മനുഷ്യ സമുദായത്തിലുള്ള എല്ലാവർക്കും ഈ വെളിവുണ്ടാവട്ടെ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. പരിശ്രമിക്കാത്തവർ ഈ ലോകത്തിന് ഭാരം മാത്രമാണ്. അവനവൻ്റെ കുടുംബത്തിലെങ്കിലും ഉള്ളവർക്ക് ഈ അറിവ് കൊടുത്തില്ലെങ്കിൽ അവര് അച്ഛനല്ല, അമ്മയല്ല, ഗുരുവല്ല, ബന്ധുവല്ല, ഭർത്താവല്ല, ഭാര്യയല്ല, സുഹൃത്തല്ല. അല്ലേ? ഋഷഭദേവന്റെ ഉപദേശം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ വരും തലമുറകള് വെളിവുള്ളവരാകട്ടെ, വേടന്മാരുടെ വലയിൽ വീഴാതിരിക്കട്ടെ. തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം
തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്വി രാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്വി രാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഇത്ര നേരം ബലരാമസ്വാമിയുടെ ഉപദേശമായിരുന്നു. ഭഗവതാ രാമേണ ഏവം പ്രതിബോധിതാ തന്വി. ഭഗവാൻ, ഇവിടെ ഭഗവാൻ എല്ലാ ജ്ഞാനവുമുള്ളവൻ, ത്രികാലജ്ഞാനിയായിരിക്കുന്ന ആ രാമനാൽ ഏവം പ്രതിബോധിത, ഇപ്രകാരം ഉണർത്തിക്കപ്പെട്ട, നേരിൽ അറിയിക്കപ്പെട്ടവളായ തന്വി, ആ സുന്ദരി സുകുമാരി, വൈമനസ്യം പരിത്യജ്യ, തന്റെ വൈമനസ്യത്തെ, മനസ്സിന്റെ വികലമായ അവസ്ഥയെ ഉപേക്ഷിച്ച്, മനസ്സിൽ അറിവിന്റെ പ്രകാശം വന്നതോടുകൂടി അതിലത്തെ മങ്ങലെല്ലാം പോയി, അവിടുത്തെ അജ്ഞാനമെല്ലാം നീങ്ങി. ബുദ്ധ്യാ മനഃ സമാദതേ, ബുദ്ധി കൊണ്ട് അഥവാ വിവേകശക്തി കൊണ്ട്, അറിവ് കൊണ്ട്, മനഃ സമാദതേ, മനസ്സിനെ നല്ലതുപോലെ ധരിച്ചു, മനസ്സിനെ ഉറപ്പിച്ചു, സമ്യക് ആധാനം ചെയ്തു. അതാണ് സമാദതേ. സമാധി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ പോലെ സ്ഥിതപ്രജ്ഞതയിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു, സമബുദ്ധിയിലേക്ക് ഉറപ്പിച്ചു. അതാണ് സമാദതേ, സമാധാനിപ്പിച്ചു, സമ്യക് ആധാനം. അപ്പൊ മനസ്സ് സ്വസ്ഥമായി എന്നർത്ഥം. സ്വസ്ഥാഭവ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സമാധാനം അഥവാ സ്വസ്തി അവൾക്ക് ഉണ്ടായി, മനസ്സ് ശാന്തമായി. തുടർന്ന് പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദിഗ്ബിർഹതബലപ്രഭഃ സ്മരൻ വിരൂപകരണം വിദദാത്മമനോരഥഃ ചക്രേ ഭോജഘടം നാമാവിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യ യവീയസീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശാ. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദ്വിഗ്ഭിഃ ഹതബലപ്രഭഃ സ്മരൻ വിരൂപകരണം വിദദാത്മമനോരഥഃ ചക്രേ ഭോജഘടം നാമ വിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യ യവീയസീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശാ. ഇവിടെ രുക്മിയുടെ കാര്യമാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞത്. എന്താണ്? പ്രാണാവശേഷ ഉത്സൃഷ്ടഃ ദിഗ്ഭിഃ ഹതബലപ്രഭഃ. അപ്പോൾ ദിഗ്ഭിഃ എന്ന് പറഞ്ഞാൽ ദ്വേഷിക്കുന്നവരാൽ അഥവാ ശത്രുക്കളാൽ ഹതബലപ്രഭഃ, തന്റെ ബലവും പ്രഭയും ഹനിക്കപ്പെട്ടവനായിട്ട്, തന്റെ ശക്തിയും തന്റെ സേനയും തന്റെ സ്വന്തം പ്രഭാവവും നശിപ്പിക്കപ്പെട്ടവനായിട്ട്, നിസാരനാക്കപ്പെട്ടവനായിട്ട്, പ്രാണ അവശേഷ, പ്രാണൻ മാത്രം അവശേഷിക്കുന്നവനായിട്ട്, ഉത്സൃഷ്ട ഉപേക്ഷിക്കപ്പെട്ടവൻ, ഉത്സർജിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ ഭ്രഷ്ട് കൽപ്പിക്കും പോലെ കടന്നു പോ എന്ന് പറഞ്ഞ് കൃഷ്ണനാൽ നിന്ദിക്കപ്പെട്ട് ഈ താടിയും തലയുമൊക്കെ മുറിച്ചു കളഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടവൻ. അങ്ങനെ ഭ്രഷ്ടനെ പോലെ ഉപേക്ഷിക്കപ്പെട്ടവനായ ആ രുക്മി വിദത ആത്മമനോരഥ, ആത്മമനോരഥം തന്റെ സങ്കല്പം, താൻ നിശ്ചയിച്ച കാര്യം അത് വിതതമായി. വിതതം എന്ന് പറഞ്ഞാൽ തഥാ നഭവത്, വേണ്ടതുപോലെ വിചാരിച്ച പോലെ ആയില്ല, വിതതം വിഗതമായി ഭവിച്ചു, വിപരീതമായി ഭവിച്ചു. അപ്പോ തന്റെ സങ്കല്പം നടന്നില്ല, തന്റെ നിശ്ചയം സാധിച്ചില്ല. അങ്ങനെ മനോരഥം നശിച്ചവനായിട്ട് വിരൂപകരണം സ്മരൻ, തന്നെ നാണം കെടുത്തിയത് സ്മരിച്ചുകൊണ്ട്, തന്റെ ശരീരത്തില് അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന മീശയും തലയും ഒക്കെ കൃഷ്ണൻ വളരെ ഇതായിട്ട് മുറിച്ചു കളഞ്ഞു. അപ്പൊ അത് തന്നെ വിരൂപനാക്കി, എല്ലാവരുടെയും മധ്യത്തിൽ നാണം കെടുത്തി. അങ്ങനെ മുറിവേറ്റവനായിട്ട് വിരൂപകരണം സ്മരന്
വിവാസായ ഭോജകടം നാമ മഹത്പുരം ചക്രേ. വിവാസായ, വിവാസം പ്രവാസം തന്നെ. അപ്പൊ തൻ്റെ കുണ്ടിനത്തിലേക്ക് തിരിച്ചു പോയില്ല, പിന്നെന്താ ചെയ്തത്? പ്രവാസം ചെയ്യുകയാണ് ചെയ്തത്. പ്രവാസം തന്നെ വിവാസം. വേറെ ദേശത്ത് താമസിക്കുക, അന്യദേശത്ത് താമസിക്കുക. അപ്പൊ അന്യദേശത്ത് താമസിക്കാനായിക്കൊണ്ട് ഭോജകടം നാമ മഹത്പുരം ചക്രേ, ഭോജകടം എന്ന് പേരുള്ള മഹത്തായൊരു പുരത്തെ ചെയ്തു. അപ്പൊ പുതിയൊരു പട്ടണം രുക്മി നിർമ്മിച്ചു തൻ്റെ പ്രയത്നം കൊണ്ട്. കുണ്ടിനത്തിലേക്ക് തിരിച്ചു പോയില്ല. അതാണ് വീണ്ടും പറയുന്നത്. ഭോജകടം നാമ മഹത്പുരം ചക്രേ ദുർമതിം കൃഷ്ണ മഹത്വ യവീയസീം അപ്രത്യൂഹ്യ കുണ്ടിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വ രുഷാ തത്ര അവസത്. മുമ്പ് പറഞ്ഞ പ്രതിജ്ഞ ഒന്നുകൂടെ ആവർത്തിച്ചു. യുദ്ധത്തിനായിട്ട് വരുമ്പോൾ ഒരു പ്രതിജ്ഞ പറഞ്ഞിരുന്നുവല്ലോ, അതിനെ ചെറിയ മാറ്റങ്ങളോടുകൂടി അതേ ആശയം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദുർമതിം കൃഷ്ണം മഹത്വ, ദുഷ്ടബുദ്ധിയായ കൃഷ്ണനെ കൊല്ലാതെ, യവീയസീം അപ്രത്യൂഹ്യ, യവീയസി എന്ന് പറഞ്ഞാൽ താഴെയുള്ളവൾ, അനുജത്തി എന്നർത്ഥം. അപ്പൊ തന്റെ അനുജത്തിയെ അപ്രത്യൂഹ്യ, പ്രതിവഹിക്കാതെ, തിരിച്ചു കൊണ്ടുവരാതെ, കുണ്ടിനം ന പ്രവേക്ഷ്യാമി, ഞാൻ രാജധാനിയിലേക്ക് കുണ്ടിനത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഇത്യുക്ത്വ എന്ന് വീണ്ടും പ്രതിജ്ഞ ചെയ്ത് രുഷാതത്ര അവസത്, രോഷത്തോടുകൂടെ ദേഷ്യത്തോടുകൂടെ അവിടെ തന്നെ വസിച്ചു. കുണ്ടിനത്തിലേക്ക് പോയില്ല. ഭോജകടം എന്ന സ്ഥലത്താണ് അദ്ദേഹം പിന്നീട് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ മരണവും ഭോജകടത്തിൽ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കുണ്ടിനത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ കഥയും നമുക്ക് അവൈലബിൾ അല്ലല്ലോ, അദ്ദേഹം ഹീറോ അല്ലല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും രുക്മിയെക്കുറിച്ച് മാത്രം റിസർച്ച് ചെയ്ത് കഥ എഴുതിയാൽ അദ്ദേഹം എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു നോക്കിയാൽ, ഇനിയിപ്പോൾ ഭോജകടത്തിൽ അച്ഛനമ്മമാരെ കാണാൻ പോയിട്ടുണ്ടോ, വല്ല വിശേഷത്തിനും വിളിച്ചപ്പോൾ പോയിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, ഓരോരുത്തർ ഓരോ നോവൽ ഉണ്ടാക്കുന്നത് പോലെ അല്ലേ. നമുക്കൊരു നോവൽ ഉണ്ടാക്കാം. പാവം രുക്മി, കൃഷ്ണൻ സ്വന്തം ഭാര്യ സഹോദരനെ ഉപദ്രവിച്ച കഥ, കൃഷ്ണനെ ദ്വേഷിക്കാൻ വേണ്ടി വേണമെങ്കിൽ എഴുതാം. അപ്പം എന്തായാലും അദ്ദേഹം കുണ്ടിലത്തേക്ക് പിന്നെ തിരിച്ചു പോയിട്ടില്ല എന്നർത്ഥം. അവിടെ തന്നെയാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം കുണ്ടിനപുരിയിൽ തന്നെയാണ്. ഏതൊരു ബലരാമസ്വാമിയാണോ ഇവനെ ഇങ്ങനെ താടിയും മീശയും വടിച്ച് അപമാനിച്ചപ്പോൾ കൃഷ്ണനെ ചീത്ത പറഞ്ഞത്, അതേ ബലരാമസ്വാമിയുടെ കൈകൊണ്ടാണ് ഈ രുക്മിയുടെ വധം നടക്കുന്നത്, ഇതേ കുണ്ടിനപുരിയിൽ. അപ്പം അയാളുടെ പ്രാരബ്ധം അങ്ങനെയാണ്. ഭഗവാന്റെ കൈകൊണ്ടല്ല, ബലരാമസ്വാമിയുടെ കൈകൊണ്ടാണ് ഈ രുക്മി മരിക്കുന്നത്. അത് എന്താ പറയുക, അനിരുദ്ധന്റെ വിവാഹ സന്ദർഭത്തിലാണ്. ഭഗവാന്റെ പൗത്രനായ പ്രദ്യുമ്ന പുത്രനായ അനിരുദ്ധനും രുക്മിയുടെ പൗത്രിയായ രോചനയും അല്ലേ, അങ്ങനൊരു കന്യകയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം ബലരാമസ്വാമിയും രുക്മിയുമായിട്ട് ചൂത് കളിച്ചിരിക്കുമ്പോൾ, കള്ളച്ചൂത് കളിച്ച് ബലരാമസ്വാമിയെ പരിഹസിച്ചപ്പോൾ, പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം തൻ്റെ ഒലയ്ക്ക കൊണ്ടൊരടിയടിച്ചു. പണി കഴിഞ്ഞു. അപ്പോൾ അതേ ബലരാമസ്വാമിയുടെ കൈകൊണ്ടാണ് രുക്മിയുടെ മരണം വരാനിരിക്കുന്നത് എന്ന് പറയാം. അപ്പം ഇങ്ങനെ രുക്മിയുടെ കഥ പറഞ്ഞു. തുടർന്ന് ഭഗവാന്റെ വിവാഹം. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയമേ കുരുദ്വഹ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയമേ കുരുദ്വഹ. ഹേ കുരുദ്വഹ, അല്ലയോ കുരുവംശത്തെ വഹിക്കുന്നവനായ പരീക്ഷിത്ത് രാജാവേ കേൾക്കൂ. ഭഗവാൻ, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവം ഭൂമിപാൻ നിർജിത്യ, ഇപ്രകാരം ഭൂമിപതികളായ രാജാക്കന്മാരെയെല്ലാം ജയിച്ച് ഭീഷ്മകസുതാം പുരം ആനീയ,
ആ ഭീഷ്മകപുത്രിയായ രുക്മിണീ ദേവിയെ വൈദർഭിയെ പുരം ആനീയ, ദ്വാരകാപുരം ആനീയ, തന്റെ ദ്വാരകാപുരിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് വിധിവത് ഉപയമേ, വിധിപ്രകാരം ഉപയമിച്ചു, വിധിപ്രകാരം വിവാഹം ചെയ്തു. ശാസ്ത്രവിധിക്കനുസരിച്ച് വിവാഹ ചടങ്ങുകൾ നടത്തി. മറ്റേത് അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ബാക്കിയുള്ള മാല ചാർത്തലും താലി ചാർത്തലും എന്ന് പറഞ്ഞ പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഏതെല്ലാം വിധിപ്രകാരമാണോ ആ പുരോഹിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർ പറയുന്ന അനുസരിച്ച് ഹോമാദികളും അതുപോലെ തന്നെ ഈശ്വര പൂജാദികളും ദാനങ്ങളും ഒക്കെ ചെയ്ത് മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നല്ല മുഹൂർത്തത്തിൽ വേണ്ട പോലെ പാണിഗ്രഹണവും വസ്ത്രദാനവും മറ്റെന്തൊക്കെ ചടങ്ങുകളുണ്ടോ ആ സമ്പ്രദായമനുസരിച്ചിട്ടുള്ള ചടങ്ങുകളും ഒക്കെ നടത്തി. ഓരോ ദേശത്ത് ഓരോ സമൂഹത്തിന് ഓരോ ചടങ്ങാണ്. എല്ലാവരും ഒരേ ചടങ്ങല്ല, ആവണമെന്നുമില്ല. എല്ലാം സിംബോളിക്കാണ്. ചടങ്ങുകളെല്ലാം സിംബോളിക്കാണ്. ചടങ്ങുകളിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഭാവം പ്രധാനമാണ്. ഓരോ ചടങ്ങുകളും ചെയ്യുന്നതിൻ്റെ പുറകിലൊരു ഭാവം ഉണ്ട്. നമ്മുടെ വേദമന്ത്രങ്ങളിൽ ആ ഭാവം എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പല മന്ത്രങ്ങളിലും വിവാഹ സമയത്ത് ചൊല്ലുന്നതായിട്ടുള്ള ഹോമമന്ത്രങ്ങൾ, അതുപോലെ തന്നെ പാണിഗ്രഹണ മന്ത്രം, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴുള്ള മന്ത്രങ്ങളുണ്ട്. അതിലൊക്കെ വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ വളരെ ലളിതമായിട്ടുള്ള മലയാളം വേർഷൻ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പോയാൽ അവരുടെ വിവാഹവേളകളിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. പള്ളിയിൽ അച്ഛന്മാർ വിവാഹ കൂദാശ ചടങ്ങുകൾ ചെയ്യുമ്പോൾ ആ വധൂവരന്മാർക്ക് ഇതേ ആശയമുള്ള കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. അപ്പം നമ്മളും അതുപോലെ ഈ സംസ്കൃതത്തിലുള്ളതിൻ്റെ അർത്ഥം ലളിതമായി ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ അതൊന്നും കളയുമായിരുന്നില്ല. ഇപ്പോൾ സംസ്കൃതമൊക്കെ മറന്നു, സംസ്കൃതം അറിയാതെയായി, അതിൽ പറയുന്ന മന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയാതെയായി, അതുകൊണ്ട് വെറും ചടങ്ങ് മാത്രമായി. അപ്പോൾ ഈ ചടങ്ങൊക്കെ നടത്തുമ്പോഴും വിവാഹത്തിൽ പങ്കെടുക്കുന്ന വധൂവരന്മാരുടെ ശ്രദ്ധ എവിടെയോ ആണ്. ചടങ്ങിന് എന്തൊക്കെയോ ചെയ്യുന്നു. പുരോഹിതന്മാർ പറയണു ദാ ഇന്നത് ഹോമിക്കൂ, ഓ ഹോമിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി, ക്യാമറ എവിടെയാണെന്ന് നോക്കി അതിന് പോസ് ചെയ്തു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഭാവം ഉൾക്കൊള്ളുന്നില്ല, ആ ഭവ്യതയില്ല. ഒന്നാമത് ക്യാമറക്കാരെ കൊണ്ട് നിറച്ചു സ്റ്റേജ് മുഴുവൻ. രണ്ട് പാർട്ടിയുടെയും ഒരു 12 ക്യാമറയും അതിൻ്റെ ക്രൂവും, അല്ലേ? 4-5 ക്യാമറ ഓരോ ടീമിൻ്റെയും ഉണ്ടാവും. അവരെ സഹായിക്കാൻ വിളക്ക് പിടിക്കാനും മറ്റു പലതും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരു 12 പേര് ഒരു ടീം, 12 പേര് മറ്റൊരു ടീം, 24 പേര് നിറഞ്ഞ് നിന്ന് അവരുടെ ആസനം പിന്നിലുള്ളവർക്ക് കാണിച്ചുകൊണ്ട് അവർ നിയന്ത്രിക്കും കാര്യങ്ങൾ. അങ്ങനെയായി അധപ്പതിച്ചു ഹിന്ദുക്കളുടെ വിവാഹം. ഇങ്ങനെയൊക്കെ മതിയോ? ഇങ്ങനെയൊക്കെ മതിയോ? മാറ്റം വേണോ? ചിന്തിക്കുക. വിധിവത് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഭഗവാൻ പോലും ആ വിധിയെ അനുസരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ വിവാഹം പറഞ്ഞു. ആ സമയത്ത് ആ ദ്വാരകാപുരിയിലുണ്ടായ ആഘോഷം. തദാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ. തദാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ. അല്ലയോ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, യദുപദൗ കൃഷ്ണേ അനന്യഭാവാനാം നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ തദാ മഹോത്സവഃ അഭൂത്. യദുപുര്യാം, യദുപുരിയിലെ നൃണാം ഗൃഹേ ഗൃഹേ, ഓരോ മനുഷ്യരുടെയും ഗൃഹങ്ങൾ തോറും
തഥാ മഹോത്സവ അഭൂത്. എങ്ങനെയാണോ രാജധാനിയിൽ മഹോത്സവം, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഗൃഹത്തിലും മഹോത്സവമായിരുന്നു. എന്തുകൊണ്ട്? ആ യദുപതിയായ കൃഷ്ണേ അനന്യഭാവാനാം, ആ കൃഷ്ണനുമായി താദാത്മ്യം പ്രാപിച്ചവരായിരുന്നു. അന്യൻ എന്നുള്ള ഭാവമുണ്ടായിരുന്നില്ല. അപ്പോ ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലെ വിവാഹമായിട്ട് അവരാഘോഷിച്ചു എന്നാണ്. കൃഷ്ണന്റെ വിവാഹം അത് വസുദേവരും ദേവകിയും മാത്രം കൊണ്ടാടേണ്ടതല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവനാണ് കൃഷ്ണൻ, നമ്മുടെ വീട്ടിലെ കല്യാണമാണ് എന്ന മട്ടില് ഓരോ ഗൃഹത്തിലും ആഘോഷമായിരുന്നു എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭഗവാനുമായി താദാത്മ്യം കൊണ്ട് രാജാക്കന്മാരുടെ സന്തോഷ സന്താപങ്ങൾ പ്രജകൾ അവരുടേതായിട്ട് കരുതും. അതാണ് ഇവിടെ കാണുന്നത്. തഥാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ നരാനാര്യശ്ച മുദിതാഃ പ്രമൃഷ്ടമണികുണ്ഡലാഃ പാരിബർഹമുപാജഹ്രുഃ വരയോഃ ചിത്രവാസസോഃ. നരാനാര്യശ്ച മുദിതാഃ പ്രമൃഷ്ടമണികുണ്ഡലാഃ പാരിബർഹമുപാജഹ്രുഃ വരയോശ്ചിത്രവാസസോഃ. പ്രമൃഷ്ടമണികുണ്ഡലാഃ നരാഃ നാര്യഃ മുദിതാഃ. നരാഃ നാര്യഃ, നരന്മാര് മനുഷ്യര്, പുരുഷന്മാരും, നാര്യഃ സ്ത്രീകളും, അവരെല്ലാം മുദിതാഃ സന്തോഷത്തോടു കൂടിയവരായി. പ്രമൃഷ്ട മണികുണ്ഡലാഹ, നല്ല തിളങ്ങുന്ന ശുദ്ധമായ രത്നങ്ങൾ കൊണ്ടുള്ള കുണ്ടലങ്ങൾ ധരിച്ചവരായിട്ട്, ആഭരണങ്ങളൊക്കെ ധരിച്ചവരായിട്ട്, സ്ത്രീകളും പുരുഷന്മാരും സന്തോഷിച്ചവരായിട്ട്. ചിത്രവാസസോഹോ വരയോഹോ പാരിബർഹമുപാജഹ്രുഃ. ചിത്രവാസസോഹോ വരയോഹോ, ഇവിടെ വരയോഹോ എന്ന് പറഞ്ഞത് വധൂവരയോഹോ വരവധ്വോഹോ എന്നുള്ള അർത്ഥത്തിലാണ്. വരയോഹോ എന്നുള്ളത് ദിവചനം ആണ്. വരന്മാർക്ക്, രണ്ടു പേർക്ക് എന്നാണ് അർത്ഥം. അവിടെ രണ്ടും പുല്ലിംഗമല്ല, ഒരാളെ സ്ത്രീലിംഗമായിട്ട് എടുക്കണം. അപ്പൊ വരവധ്വോഹോ എന്നുള്ള അർത്ഥത്തിൽ വധൂവരന്മാർക്ക്. അവരെങ്ങനെയുള്ളവരായിരുന്നു? ചിത്രവാസസോഹോ, ചിത്രമായ വാസസ് ധരിച്ചവരായിരുന്നു. നല്ല വിചിത്രമായ തുന്നൽ പണികളോടുകൂടിയ, ഡെക്കറേഷനോടുകൂടിയ, രത്നങ്ങളെല്ലാം പതിച്ച വസ്ത്രങ്ങൾ ധരിച്ചവരാണ് കൃഷ്ണ രുക്മിണിമാർ. അങ്ങനെയുള്ള വധൂവരന്മാർക്ക് എന്ത് ചെയ്തു? പാരിബർഹം ഉപാജഹ്രു ഉപഹാരം ചെയ്തു, ഉപാഹരിച്ചു. എന്ത് പാരിബർഹം? പാരിബർഹം എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യങ്ങൾ, സമ്മാനങ്ങൾ എന്ന് പറയുക. നമ്മളൊക്കെ ചെയ്യാറുണ്ട് വിവാഹവേളകളിൽ അല്ലെ? വധൂവരന്മാരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രയോജനമുള്ള, അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊടുക്കുന്ന വസ്തുക്കളെ കൊടുക്കുക. അപ്പൊ പാരിബർഹം ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പൊ നമ്മളെ ഇന്നത്തെ കാലത്തൊക്കെ കാടിൻ്റെ അടിയിൽ ഒരു ഫോർമലായിട്ടുള്ളൊരു വാക്കായി മാറി കൈൻഡ്ലി അവോയ്ഡ് പ്രസൻസ്, സമ്മാനങ്ങൾ ഒഴിവാക്കുക. യുവർ പ്രസൻസ് ഈസ് അവർ ബ്ലെസ്സിങ്സ് ഓർ അവർ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകൾ ഉപയോഗിച്ച് സമ്മാനങ്ങൾ വേണ്ടതില്ല എന്നൊക്കെ പറയും. എന്നാലും ചിലർക്ക് സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്താലേ സമാധാനം ആവുള്ളൂ. അത് തെറ്റൊന്നുമല്ല, പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കൂ. അല്ലാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ നിറയ്ക്കാനായിട്ട് കൊടുക്കരുത്. നിങ്ങളുടെ ജാട കാണിക്കാനോ ആവരുത്. സന്തോഷമായിട്ട് ആ കുട്ടികൾക്ക്, വിവാഹം ചെയ്യുന്ന വധൂവരന്മാർക്ക് പ്രയോജനം ഉണ്ടാവണം അവരുടെ ഭാവി ജീവിതത്തിൽ. അവരെന്നും ഓർക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും നല്ല സമ്മാനങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുക്കൂ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും. ഇപ്പൊ ചിലർ കൊടുക്കുമ്പോൾ ചിലർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ജാള്യത, ഹേയ് നമ്മൾ പ്രസന്റേഷൻ ഒന്നും കൊണ്ടുവരാതെ ഊണ് കഴിച്ചിട്ട് പോകുന്നത് ശരിയാണോ എന്ന്. അപ്പം അതൊരു കോമ്പറ്റീഷനായി മാറും. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രയോജനമുള്ള നല്ലതെന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അനുഗ്രഹം കൊടുക്കുക, ആശീർവാദം കൊടുക്കുക. പിന്നെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും
കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാഗ്ദാനമാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഈ ഒരു വാഗ്ദാനമാണ് അവിടെ വേണ്ടത്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ചിരിക്കുന്നതും പരിഹസിക്കുന്നതും നന്നായി എന്ന് പറയുന്നതൊന്നും മര്യാദയല്ല. ഇതാണ് സമ്മാനം. നല്ല മനസ്സോടുകൂടി പറയുക, ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ, ഇപ്പം ഞങ്ങൾ സമ്മാനങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ വന്നോളൂ, എന്താ വേണ്ട ചാവുന്നത് ചെയ്യാം. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് മുഖ്യം. പാരിബർഹം ഉപാജഹ്രു വരയോഹോ ചിത്രവാസസോഹോ സാ വൃഷ്ണിപുര്യുക്തഭിദേന്ദ്രകേതുഭിഃ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരി ഉപക്ലുപ്തമംഗളൈഃ ആപൂർണകുംഭാകരുധൂപദീപകൈഃ സാ വൃഷ്ണിപുര്യുക്തഭിദേന്ദ്രകേതുഭിഃ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരി ഉപക്ലുപ്തമംഗളൈഃ ആപൂർണകുംഭാകരുധൂപദീപകൈഃ. വൃഷ്ണിപുരി, വൃഷ്ണിപുരി യാദവന്മാരുടെ പുരിയായിട്ടുള്ള ദ്വാരകാപുരി, അത് ബഭൗ എന്നാ പറയുന്നത്. ബഭൗ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു, ശോഭിച്ചു എന്ന്. അപ്പോൾ സാ വൃഷ്ണിപുരി ബഭൗ, ആ വൃഷ്ണിപുരി ശോഭിച്ചു. എന്തൊക്കെ കൊണ്ട്? ഉത്തപിത ഇന്ദ്രകേതുഭിഃ. ഉത്തപിതം എന്ന് പറഞ്ഞാൽ ഉയർത്തി നിർത്തിയത്, പൊങ്ങിച്ചത്, ഉയർത്തപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. എന്താണ് ഇന്ദ്രകേതു എന്ന് പറഞ്ഞാൽ? ഇന്ദ്രധ്വജങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പല വർണ്ണങ്ങളിലുള്ള കൊടിക്കൂറകൾ. അപ്പോൾ കൊടിക്കൂറകളെ കൊണ്ടും വിചിത്ര മാല്യ അംബര രത്ന തോരണൈഹി, പല വിധത്തിലുള്ള വിചിത്രങ്ങളായ മാലകൾ, അതുപോലെ തന്നെ അമ്പരങ്ങൾ അഥവാ വസ്ത്രങ്ങളൊക്കെ ഞാത്തി എന്താണ് അലങ്കരിച്ചിട്ടുണ്ട്. അമ്പരങ്ങൾ, രത്ന തോരണൈഹി, മരകതം മുതലായ രത്നങ്ങളെ കൊണ്ടുള്ള ഉത്തരപ്പടികളും തോരണങ്ങളെ കൊണ്ടും, പ്രതിദ്വാരി ഉപക്ലുപ്ത മംഗളൈഹി, ഓരോ ഗൃഹദ്വാരങ്ങളിലും കവാടങ്ങളിലും മംഗളപദാർത്ഥങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നിറപറ, നിലവിളക്ക്, വാഴ, അല്ലേ, കൊലവാഴ, അടയ്ക്കക്കൊല, ഫലങ്ങൾ, ഇതൊക്കെ നിരത്തി വയ്ക്കുന്നതാണ് ഉപക്ലുപ്ത മംഗളങ്ങൾ. അപ്പം അങ്ങനെ അഷ്ടമംഗല്യങ്ങൾ മുതലായതൊക്കെ നിരത്തി വെച്ചതായിട്ടും, ആപൂർണ കുംഭ അഗരു ധൂപ ദീപകൈഹി, നല്ലതുപോലെ നിറച്ച പൂർണ്ണകുംഭങ്ങളും, അഗരു എന്ന് പറഞ്ഞാൽ അഗരു ധൂപങ്ങൾ, അഗരു ധൂപ, അകിലും മറ്റുമൊക്കെ പുകച്ചിട്ടുണ്ട്. ദീപകൈഹി, ദീപാവലികളുണ്ട്, എല്ലായിടത്തും ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദീപാവലികൾ, തോരണങ്ങൾ, പൂർണ്ണകുംഭങ്ങൾ, നിറപറകൾ എന്നൊക്കെ പറഞ്ഞ പോലെ കൊടിക്കൂറകൾ, എല്ലാം കൊണ്ടും സാ വൃഷ്ണിപുരി ഭവൗ, ആ വൃഷ്ണിപുരി നന്നായി ശോഭിച്ചു, ആ വലിയ ആഘോഷമായിരുന്നു എന്ന് പറയണം. സിക്തമാർഗമദച്യുദ്ഭിഃ ആഹൂത പ്രേഷ്ഠഭൂഭുജാം ഗജൈർദ്വാസു പരാമൃഷ്ടരംഭാഭൂഗോപശോഭിതാം. സിക്തമാർഗമദച്യുദ്ഭിഃ ആഹൂത പ്രേഷ്ഠഭൂഭുജാം ഗജൈർദ്വാസു പരാമൃഷ്ടരംഭാഭൂഗോപശോഭിതാം. ആഹൂത പ്രേഷ്ഠഭുജാം, ഭൂഭുജാം, ആഹൂതം ആഹ്വാനം ചെയ്യപ്പെട്ടത്, ക്ഷണിക്കപ്പെട്ടത്. പ്രേഷ്ഠന്മാര് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര്. എന്താണ് ഭൂഭുജന്മാര്? ഭൂഭുജന്മാര് ഭൂമിയെ ഭുജിക്കുന്നവർ, രാജാക്കന്മാർ. അപ്പൊ ക്ഷണിക്കപ്പെട്ട പ്രിയപ്പെട്ട രാജാക്കന്മാരുടെ മദച്യുദ്ഭിഃ ഗജൈഹി സിക്തമാർഗ, മാർഗങ്ങൾ, വഴികളൊക്കെ സേചനം ചെയ്തിട്ടുണ്ട്, നനയ്ക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? മദച്യുദ്ഭിഃ ഗജൈഹി, മതമൊഴുകുന്ന ആനകളുടെ മതജലം കൊണ്ട് സേചനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആനകളുടെ മതജലത്തിന് നല്ല സുഗന്ധമാണെന്ന് പറയും. ആ മതജലം ഒഴുകി ആ ആനകൾ, അത്രയും ആനകൾ അവിടെ വന്നിട്ടുണ്ട്. ആ ആനകളുടെയൊക്കെ മതജലം ഒഴുകിയപ്പോൾ മാർഗങ്ങളെല്ലാം ആ ആനകളുടെ മതത്തിന്റെ
നാറ്റം അല്ലെങ്കിൽ മണം, ചൂര് എന്നൊക്കെ പറയുന്നത് നമ്മൾ. അപ്പോൾ എല്ലായിടത്തും ആ മതജലത്തിന്റെ വാസന, അതാണ് മതശുദ്ധിഹി ഗജൈഹി. സിക്തമാർഗ, മാർഗങ്ങളോടും. ദ്വാസു പരാമൃഷ്ട രംഭാപൂക ഉപശോഭിത. ദ്വാസു എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങളിൽ, കവാടങ്ങളിൽ, വാതിൽ മാടങ്ങളിൽ എല്ലാം. പരാമൃഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചേർത്ത് കെട്ടിയത്, ഉയർത്തി കെട്ടിയത് എന്നൊക്കെ അർത്ഥത്തിൽ. എന്തൊക്കെ? രംഭാപൂക ഉപശോഭിത. രംഭ എന്ന് പറഞ്ഞാൽ വാഴ, പൂകം എന്ന് പറഞ്ഞാൽ കവുങ്ങ്. അപ്പൊ കവുങ്ങുകളും കവുങ്ങിൻ കുലകളും വാഴക്കുലകളും കുലവാഴകളും ഒക്കെ ശോഭിക്കുന്നുണ്ട് ദ്വാരങ്ങളിൽ, ഓരോ ഗൃഹങ്ങളുടെയും അല്ലെങ്കിൽ മുഖ്യ കവാടങ്ങളിലൊക്കെ എന്ന് പറയാം. രംഭാപൂക പരാമൃഷ്ട രംഭാപൂക ഉപശോഭിതാഹ. കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവതാം. കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവതാം. ഇവിടെ തസ്മിൻ, ആ വിവാഹ സന്ദർഭത്തിൽ ദ്വാരകാപുരിയിൽ, സംഭ്രമാത്, ആ വിവാഹ ആഘോഷത്തിന്റെ സംഭ്രമം, ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, ഉത്സാഹം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആ വിവാഹാഘോഷത്തിന്റെ ഉത്സാഹത്തിമർപ്പ് കൊണ്ട് പരിധാവതാം കുരുസൃഞ്ജയ കൈകേയ വിദർഭ യദുകുന്ദയഃ മിതഃ മുമുദിരേ. പരിധാവത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും സഞ്ചരിക്കുന്നവരായ, എല്ലായിടത്തും ഓടി നടക്കുന്നവരായ കുരുവംശത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, പാണ്ഡവന്മാരും അവർ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ ദുര്യോധനാദികളോ അല്ലെങ്കിൽ ഭീഷ്മാദികളോ ആരെങ്കിലും കുരുവംശത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. സൃഞ്ജയ വംശത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. കൈകേയ വംശത്തിൽ കേകയ രാജാക്കന്മാർ വന്നിട്ടുണ്ട്. വിദർഭ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. വിദർഭ രാജ്യം നമ്മുടെ രുക്മിണിയുടെ രാജ്യം തന്നെയാണ്. അവിടുന്ന് ചിലരൊക്കെ പക്ഷം മാറി രുക്മിണിയോട് ചേർച്ചയില്ലാത്തവരൊക്കെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു എന്നർത്ഥം. അപ്പോൾ വിദർഭ രാജാക്കന്മാര്, അതുപോലെ യദു വംശത്തിൽ നിന്നുള്ളവർ, ഇവിടെ തന്നെയുള്ളവര്. കുന്ദയ എന്ന് പറഞ്ഞാൽ കുന്തിഭോജന്റെ വംശത്തിൽ നിന്ന്, കാരണം വസുദേവരുടെ കൂട്ടുകാരനാണ് കുന്തിഭോജൻ. അപ്പോൾ ഇവരൊക്കെ മിത്രങ്ങളാണ്. മറ്റ് ശിശുപാലാദി ദുഷ്ടന്മാരൊക്കെ അവിടുന്ന് അകന്നുപോയി, പരാജയപ്പെട്ടു പോയി. മിത്രങ്ങളായിട്ടുള്ളവരൊക്കെ ഈ വിവാഹത്തിൽ സന്തോഷിക്കാനായിട്ട് വന്നു. അതാണ് ഈ വംശങ്ങൾ. കുരു, സൃഞ്ജയ, കേകയ, വിദർഭ, യദു, കുന്ദയ. അവരെല്ലാം തമ്മിൽ ആലിംഗനം ചെയ്യുകയും കൈകൊടുക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പരസ്പരം കാണുമ്പോൾ. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തതഃ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാഃ. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തതഃ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാഃ. തതഃ ഗീയമാനം രുക്മിണ്യാഹരണം ശ്രുത്വാ. ആളുകൾ അവിടെ സംസാരിക്കുന്നുണ്ട്. സംസാര വിഷയം എന്താണ്? രുക്മിണിയെ ഭഗവാൻ ഹരിച്ചു കൊണ്ടുവന്ന കഥയാണ്. ജരാസന്ധൻ, ശിശുപാലൻ, അവസാനം രുക്മി, ഇവരെയൊക്കെ പരാജയപ്പെടുത്തി എങ്ങനെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൃഷ്ണനും ബലരാമനും കൂടി ആ വിദർഭദേശത്ത് നിന്ന്, കുണ്ടിനപുരത്തിൽ നിന്ന് രുക്മിണിയെ ഹരിച്ചു കൊണ്ടുവന്നു. ആ കഥ പരസ്പരം പറയുന്നുണ്ട്. അതാണ് തതഃ ഗീയമാനം. അവിടെ ഗാനം ചെയ്യപ്പെടുന്ന രുക്മിണ്യാഹ ഹരണം ശ്രുത്വാ. രുക്മിണിയുടെ ഹരണവൃത്താന്തം കേട്ടിട്ട് രാജാനഹ രാജകന്യാഹ ച ഭൃശവിസ്മിതാ ബഭൂവു. രാജാക്കന്മാരും മറ്റു രാജകന്യകമാരുമെല്ലാം ഭൃശവിസ്മിതാഹ, അത്യന്ത വിസ്മിതാഹ. ഭൃശ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ, ഏറ്റവും. അപ്പൊ നല്ലപോലെ വിസ്മയിച്ചവരായിട്ട് ഭവിച്ചു. സമ്മതിക്കണം കൃഷ്ണന്റെ പരാക്രമം. അതുപോലെ ആ രുക്മിണിയുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം, ഏട്ടന്റെ ബലരാമസ്വാമിയുടെ പരാക്രമം, ഇതെല്ലാം അവർ തമ്മിൽ പറയുകയാണ്, വിസ്മയിക്കുകയാണ് എന്നർത്ഥം. അത്യന്ത വിസ്മിതാഹ ബഭൂവു. ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദഃ പുരൗഗസാം രുക്മിണ്യാ രമയോപേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപതിം.
ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദഃ പുരൗകസാം രുക്മിണ്യാ രമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപതിം. ഹേ രാജാവേ, അല്ലയോ രാജൻ, രമയാ രുക്മിണ്യാ ഉപേദം ശ്രിയഃപതിം കൃഷ്ണം ദൃഷ്ട്വാ. രമയാകുന്ന രുക്മിണിയോട്, രമ ലക്ഷ്മീദേവി, അപ്പൊ ലക്ഷ്മീദേവി തന്നെയായ രുക്മിണിയോട് ഉപേദം സമേതം ചേർന്നിരിക്കുന്നവനായ ശ്രിയപ്പതിം കൃഷ്ണം ദൃഷ്ടുവ. ശ്രിയപ്പതി ലക്ഷ്മീപതിയായ കൃഷ്ണനെ കണ്ടിട്ട് ദ്വാരകായാം പുരൗകസാം മഹാമോദഃ അഭൂത്. ആ ദ്വാരകയിലുള്ള പുരൗകസാം പുരവാസികൾക്ക്, ദ്വാരകാപുരിവാസികളായ യാദവന്മാർക്കെല്ലാവർക്കും മഹാമോദഃ അഭൂത്, എന്തെന്നില്ലാത്ത ആമോദമുണ്ടായി, സന്തോഷമുണ്ടായി. എല്ലാവർക്കും സന്തോഷമായി. ഈ രുക്മിണി ഭഗവാനോട് ചേർന്ന് എന്താ പറയുക, വിവാഹവേളയിൽ ശോഭിക്കുന്നത് കണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചതായിട്ടുള്ള, ആനന്ദിപ്പിച്ചതായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ രുക്മിണി ഉദ്വാഹം. ഭഗവാൻ രുക്മിണിയെ ഹരിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിധിപ്രകാരം വിവാഹം കഴിച്ചു. എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ ചേരേണ്ട രുക്മിണി ഭഗവാനോട് തന്നെ ചേർന്നു. രുക്മിയോടല്ല ചേർന്നത്, രുക്മിയും സഹോദരങ്ങളും അല്ലേ, 5 ഇന്ദ്രിയങ്ങളെപ്പോലെ 5 ദുഷ്ട സഹോദരങ്ങൾ. രുക്മി, മറ്റ് 4 അനുജന്മാർ. ഭ്രമിപ്പിക്കുന്നതാണ് രുക്മം അല്ലേ. സ്വർണം നമ്മളെ മോഹിപ്പിക്കുന്നതാണ്, ഭ്രമിപ്പിക്കുന്നതാണ്. അപ്പോൾ ഭ്രമിപ്പിക്കുന്ന സ്വഭാവമുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളുടെ പര്യായം ആണ് ഈ രുക്മിയും മറ്റു 4 സഹോദരങ്ങളും. അപ്പം 5 ഇന്ദ്രിയങ്ങൾ ഒരു ജീവനെ വിഷയങ്ങളിലേക്ക്, ശിശുപാലന്മാരിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ, ശിശുപാലൻ എന്ന് പറഞ്ഞാൽ എന്താ? ശിശുക്കളെ പാലിക്കുന്നവൻ, പുരഞ്ജനനെ പോലെ സംസാരി, വീണ്ടും വീണ്ടും ശിശുക്കളെ ജനിപ്പിക്കുക, പാലിക്കുക, ശിശുക്കളെ ജനിപ്പിക്കുക, പാലിക്കുക. അപ്പൊ ഇങ്ങനെ സംസാരിയായ ഒരു ശിശുപാലന്റെ അടുത്തേക്ക് അഥവാ വിഷയങ്ങളിലേക്ക് വലിച്ചഴയ്ക്കാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന രുക്മിമാർ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ഗുരുക്കന്മാർ ബ്രാഹ്മണനെ പോലെ, ബലരാമസ്വാമിയെ പോലെ ഇടപെട്ട് ഈശ്വരനോട് അഭിമുഖമാക്കും. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ നമുക്ക് ഈശ്വരനോട് ചേരാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരനോട് ചേരലാണ് ഏറ്റവും വലിയ ആനന്ദം. അതുതന്നെയാണ് മോദം. അപ്പോൾ ദ്വാരകയിൽ എല്ലാവരും മോദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മോദിക്കണമെങ്കിൽ ഭഗവാനോട് ചേരണം. അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അതിന് ഇന്ദ്രിയ വിഷയങ്ങളിൽ വൈരാഗ്യം വരണം. ഇതൊക്കെ പരോക്ഷമായി സൂചിപ്പിച്ചു എന്നർത്ഥം. നമുക്കുള്ള സന്ദേശം ഇതാണ്. നമുക്കും ഓരോ രുക്മിണിമാരാവാം, ഭഗവാന്റെ അടുത്തേക്ക് നയിക്കുന്ന മനസ്സാവാം. രുക്മിണി എങ്ങനെയാണോ ഭഗവാനെ വരിച്ചത് അതുപോലെ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ വരിക്കാം. അപ്പോൾ ഇങ്ങനെ രുക്മിണി സ്വയംവരം എന്ന ഈ എന്താ പറയുക അധ്യായങ്ങൾ, 2.5 അധ്യായങ്ങളിലൂടെയാണ് ഈ ഒരു പ്രകരണം. അത് കഴിഞ്ഞു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹോ നാമ 45-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. അപ്പോൾ ഇനി വൈകുന്നേരവും നാളെയും ക്ലാസ്സുകളില്ല. നാളത്തെ പരിപാടി രാവിലെ തൊട്ട് ഉള്ളതാണ് എനിക്ക്.
അപ്പം ഇന്നും അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. തിങ്കളാഴ്ച തൊട്ട് നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ഇപ്പോൾ പാലക്കാടുള്ള എല്ലാവരും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുക. പാലക്കാടുള്ള എല്ലാ അമ്മമാരും വരിക, എല്ലാവരും വരിക. നാളെ 5 മണിക്ക് മേലാമുറിയിലെത്തിയാൽ മതി. അവിടുന്ന് താലപ്പൊലി പൂർണ്ണകുംഭത്തോടെ വാദ്യഘോഷങ്ങളോടെ മഹാമണ്ഡലേശ്വർ സ്വാമിജിയെ കർണകിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള കർണകിയമ്മൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയിട്ടുള്ള പന്തലിൽ വെച്ചാണ്. സ്റ്റേജൊക്കെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അദ്ദേഹത്തിനുള്ള സ്വീകരണവും. ഹിന്ദു മഹാസമ്മേളനം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എല്ലാവരും വന്ന്, പാലക്കാട്ടുകാരായിട്ടുള്ള എല്ലാവരും, സ്ത്രീ പുരുഷ ബാല വൃദ്ധ ആബാലവൃദ്ധം എല്ലാവരും വന്ന് അതിനെ വലിയൊരു വിജയമാക്കി തീർക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കാരണം അതിൻ്റെ എന്താ പറയുക, മുഖ്യ നായകത്വം നടത്തിപ്പിൽ വഹിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം കൂടിയാണ്, നമ്മളെ സഹായിക്കുക എന്നുള്ളത്. ഇതാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഗുരുദക്ഷിണ. അപ്പം എല്ലാവരും നാളെ വരിക. പാലക്കാട്ടുകാർ എത്ര ദൂരത്തു നിന്നാണെങ്കിലും വരാൻ പറ്റുന്നവരൊക്കെ, വാഹനമുള്ളവരൊക്കെ വരിക. 7:30 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിയും, തിരിച്ചു പോകാം. ഹരിയോ ഹരിയോ. നാളെ രാവിലെ 10:30 മണിക്ക് ചിന്മയ മിഷനിൽ ധർമാചാര്യ സഭയുടെ മീറ്റിംഗാണ് സ്വാമിജിയുമായിട്ട്. അത് കഴിഞ്ഞും പല ഗ്രൂപ്പുകളുടെയും മീറ്റിംഗ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഇരിക്കണം. വന്ന് സ്വാമിജിയെ കാണാൻ താല്പര്യമുള്ളവർ, ആചാര്യസ്ഥാനത്തുള്ളവരുമൊക്കെ ആ ധർമാചാര്യ സഭയിൽ വരാം. 10:30 മണിക്ക് തുടങ്ങി 1 മണി വരെ. അപ്പോൾ ക്ലാസ് ഭാഗവത ജ്ഞാനഗംഗ തിങ്കളാഴ്ച തുടരും.